ഏതെങ്കിലും മറ്റ് സ്ഥലങ്ങളുണ്ടോ എന്നറിയില്ല. ഭാഷാഭേദങ്ങളിൽ തലസ്ഥാന നഗരിയിൽ നിലവാരം കെട്ട സംസാരത്തിന് പറയുന്ന ഒരു പ്രാദേശിക പ്രയോഗമുണ്ട്. അഴുക്ക വർത്താനം എന്നാണ്. അത് ആവർത്തിക്കുന്നില്ലെങ്കിലും ആ പ്രയോഗത്തിന് അർഹതപ്പെട്ടൊരു കവലപ്രസംഗം കേരളം കേട്ട വാർത്താ ദിനമാണ്. പ്രയോക്താവ് 4 പതിറ്റാണ്ടുകൾ പാർലമെന്റ് രംഗത്തും സംഘടനാ രംഗത്തുമുള്ള CPM-ന്റെ പരമോന്നത സമിതി അംഗം ആലമ്പാടൻ വിജയരാഘവൻ അഥവാ എ വിജയരാഘവൻ. 2006 മുതൽ നീണ്ട 16 വർഷങ്ങൾ ആ മഹാനഗരത്തിൽ ജീവിച്ച് അതിൽ 8 വർഷം ആ റോഡിലൂടെ മിക്ക ദിവസങ്ങളിലും നടന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വ്യക്തിബോധ്യത്തിൽ പറയലാണ്. വഞ്ചിയൂരിൽ CPM സമ്മേളനത്തിന് പാതിയും കെട്ടിയടച്ച ആ സ്ഥലം പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ആ റോഡ് തലസ്ഥാന നഗരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിരത്താണ്. ആശുപത്രികളിലേക്ക്, മെഡിക്കൽ കോളേജുകളിലേക്ക്, സ്കൂളുകളിലേക്ക്, കോടതിയിലേക്ക് സാധാരണക്കാർ, പ്രാരാബ്ധക്കാർ ജീവിതാവശ്യങ്ങൾക്ക് നിത്യേന പോകുന്ന വഴിയാണ്. അല്ലാതെ വിജയരാഘവൻ പറയും മട്ടിൽ കാറിനുള്ളിൽ സല്ലാപത്തിൽ ഏർപ്പെട്ട അമ്മായിയമ്മയെ കാണാൻ പോകുന്നവരല്ല. അന്ന് KPSCയുടെ ഒരു നാടകവണ്ടി കൊണ്ട് കുറുകെയിട്ടപ്പോൾ തൊട്ട് രാവിലെ മുതൽ മാധ്യമങ്ങൾ പറയലാണ്, ആ നട്ട റോഡിലെ പന്തല് കെട്ടൽ നിയമലംഘനമാണ്, നാടിനെ വെല്ലുവിളിക്കലാണ്. ഓർക്കണം, പാതയിലല്ല, പാതയോരത്ത് പാവങ്ങളെ ബന്ദികളാക്കരുതെന്ന് കോടതികൾ പല കാലങ്ങളിൽ പറഞ്ഞതൊക്കെ ഈ പുല്ലുവിലയിൽ പുറങ്കാലിനടിച്ച് പോലീസ് സ്റ്റേഷൻ കോടതിക്ക് മുന്നിൽ പട്ടാപ്പകൽ നിയമലംഘനത്തിന് നടുവിൽ പാർട്ടി സെക്രട്ടറി അടക്കം വിസ്തരിച്ചിരുന്നെങ്കിൽ നീയൊക്കെ ചെയ്യാൻ പറ്റുന്നതങ്ങ് ചെയ്യടാ എന്ന രാഷ്ട്രീയ തിണ്ണമലമാണ്, ധാർഷ്ട്യമാണ്. വഴിയടച്ച് പാവങ്ങളെ വഴിയാധാരമാക്കിയിട്ട് പോരാഞ്ഞ് ആ പാർട്ടിയുടെ PB സഖ ഉളുപ്പില്ലാതെ ചോദിക്കലാണ്, അമ്മായിയമ്മയെ കാണാൻ റോട്ടിലുരുട്ടി സല്ലപിച്ച് നീയൊക്കെ കാറിൽ പോകുന്നത് എന്തിനാ? നടന്നങ്ങ് പൊക്കൂടെ? ഏറനാടൻ വായ്മൊഴി എന്നൊക്കെ അങ്ങ് പറഞ്ഞേക്കരുത്. രാഷ്ട്രീയമല്ല പറയുന്നത്, രാഷ്ട്രീയ ഗൂണ്ടായിസമാണ്. ആ സമരകാലത്ത് കറുത്ത വസ്ത്രമെന്ന വാശിയെന്തിനാ എന്ന് ചോദിച്ച മട്ടിൽ അധികാരം തലക്കി പിടിച്ച അഹങ്കാരമല്ലെങ്കിൽ, പാവങ്ങളുടെ നെഞ്ചത്ത് കയറാമെന്ന ധിക്കാരമല്ലെങ്കിൽ, മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പരിവാര വാഹനങ്ങളും ക്യാവൽക്കേടും പാഞ്ഞു പോകുന്ന എവിടെയെങ്കിലും അടച്ചുകെട്ടി ഇറങ്ങി നടക്കു വിജയ എന്ന് പറയാമോ നേതാവെ? മുട്ടുവിറയ്ക്കും. ആഭാസ വർത്താനങ്ങൾ ആദ്യമായാണോ? ആലത്തൂർ പറഞ്ഞ സ്ത്രീവിരുദ്ധ വൃത്തികേടുകൾ, ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ വർഗീയ വെളിപാടുകൾ, വനിതാ മാധ്യമ പ്രവർത്തകരുടെ ചുണ്ടിലെ ചായം നോക്കി പറഞ്ഞ് വെളിവുകേട്, എന്നിട്ടും നാക്കിനെ നിയന്ത്രിക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ലെങ്കിൽ ജനം തിരുത്തണം ആ പുരോഗമന പ്രസ്ഥാനമെന്നും പറഞ്ഞ് അധോഗമന മനോഗതിയിൽ തികട്ടി വരുന്ന കാലഹരണപ്പെട്ട സാമൂഹ്യ വിരുദ്ധ സ്ത്രീവിരുദ്ധ വികൃതവാണി അങ്ങ് നിർത്തിയേക്കണം വിജയരാഘവ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. പാർട്ടിയുടെ സമ്മേളനത്തിൽ ഇരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പോറലേൽക്കാതെ കാത്തു രക്ഷിക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണെന്ന ഉറച്ച വിശ്വാസത്തോടെ ദുർബലരോടുള്ള പ്രതിബദ്ധതയിൽ പാർട്ടി പ്രവർത്തിക്കുക. അവർ ഇങ്ങനത്തെ ഒരു മൈതാനം കിട്ടിയില്ല. അപ്പോൾ റോട്ടക്കിൽ ഒരു പൊതുയോഗം വെച്ചു. സഹിച്ചൂടാ, അയ്യോ റോട്ടക്കിൽ മാർക്സിസ്റ്റ് പൊതുയോഗം വെച്ചു. കാറ് പോവാത്ത റോട്ടിൽ സ്റ്റേജ് കെട്ടി കുടുങ്ങിയില്ല മനുഷ്യൻ. ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിന് സ്റ്റേജ് കെട്ടി സുപ്രീം കോടതി പോയി കേസ് എടുക്കുക. എന്താ കാര്യം? അങ്ങനെയൊക്കെയാണ്. വലിയ പബ്ലിസിറ്റി കിട്ടും. എന്തൊരു ട്രാഫിക് ജാം, അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഉണ്ടാവില്ല. ഇപ്പൊ ഇന്ന് ഇവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ട് നമ്മളെ പൊതുയോഗത്തിൽ നിന്ന്. 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെങ്കിലും ആലോചിച്ച് നോക്കിയാൽ അത് ആരും പറയുന്നില്ല. ഇവരെല്ലാവരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോൾ പണ്ടൊക്കെ നമ്മൾ നടന്നു പോയില്ലേ? ഇത്ര കാർ വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കില്ല, ആരും ചോദിക്കില്ലല്ലോ. എന്നാൽ ഇത്ര വലിയ കാർ വേണോ? അത് വേണം. ഇന്ന് ഒരു കുഞ്ഞു കാർ പോയപ്പോൾ പിന്നെ ഏറ്റവും വലിയ കാറ് പോകുമ്പോൾ അത്രയും സ്ഥലം പോവല്ലേ? 25 കാർ ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? 25 കാറ് കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ എന്നാ. മെല്ലെ ഇങ്ങനെ ഉരുട്ടി പോണ്ടാവും. അമ്മായിമ്മേനെ കാണുമ്പോൾ ഞായറാഴ്ച തിരക്ക് കൂടുതലാണ്. അപ്പോൾ കാറുള്ളോൻ കാറ് പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് സോഷ്യലിസം സ്ഥാപിക്കാനാണ്. സാമൂഹ്യ മാറ്റത്തിന്റെ പതാകയും എന്തിയാണ് ആ വളണ്ടിയർ മാർച്ച് പോകുന്നത്. ഡോക്ടർ ജിൻഡോ ജോൺ, അഡ്വക്കേറ്റ് BN ഹസ്കർ, ശ്രീ MK ഹരിദാസ്, അഡ്വക്കേറ്റ് MR അഭിലാഷ് എന്നിവർ ചർച്ചയിൽ. ഞാൻ ശ്രീ ഹരിദാസ് സാറിലേക്ക് ആദ്യം വന്നു. ശ്രീ ഹരിദാസ്, ഇവിടെ നമ്മൾ ഈ പാതയോര സമരങ്ങൾ കണ്ടിട്ടുണ്ട്. പാതയോരങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങൾ ഗതാഗത പ്രശ്നം ഉണ്ടാക്കുന്നതും ജനം ബുദ്ധിമുട്ടുന്നതും പ്രതിഷേധിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതങ്ങനെയല്ല. ഇത് ഞാൻ ആദ്യമായി കാണുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സമ്മേളനം ഒരു റോഡ് ഏതാണ്ട് മുക്കാലും കെട്ടിയടച്ച്, അതും ഒരു തിരക്കുള്ള റോഡ് ഏതാനും മുക്കാലും കെട്ടിയടച്ച് നടത്തുന്നത് ഞാൻ ആദ്യമായി കാണുകയാണ്. അതുകൊണ്ട് ഇത് പാതയോരങ്ങളിൽ നമ്മൾ സ്ഥിരം കാണുന്ന ആ ഗണത്തിൽപ്പെടുന്ന ഒന്നേ അല്ല. ഇത് റോഡ് കെട്ടിയടച്ച സമരമാണ്. അതിനുശേഷം കോടതി വടിയെടുത്തു. അത് കഴിഞ്ഞ് ഈ പറയുന്ന അവിടുത്തെ ജോയി അടക്കമുള്ളവർ അപ്പോളജറ്റിക്കായി അതിന് ചർച്ചയിൽ വന്ന CPM നേതാക്കളൊക്കെ പിഴവ് പറ്റിപ്പോയി എന്ന് പറയലാണ്. ആ പിഴവ് പറ്റിപ്പോയി എന്ന സമസ്താപരാധം പറച്ചിൽ ആത്മാർത്ഥയുടെ തരിമ്പില്ലാത്തതാണ് എന്ന് ഈ PB അംഗം പറയലല്ലേ? ഈ വാക്കിന് മറുപടി എന്താണ് ശ്രീ ഹരിദാസ്? ഇവരിത്തരം തെറ്റുകൾ ചെയ്യുമ്പോൾ, ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ അതിനൊരു തിരക്കഥ അവർ മുൻകൂട്ടി ഉണ്ടാക്കും.
ഒരാൾ ഇന്നത് പറയണം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇപ്പോൾ മലയാളപ്പുഴ മോഹനൻ പറയുന്നു, അതായത് അത് അങ്ങേയറ്റ അപലപനീയമായി. പക്ഷേ അതേ സമയത്ത് കണ്ണൂരുള്ള സഖാക്കൾ പറയുന്നു അദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരിത് വളരെ തിരക്കഥ ഉണ്ടാക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ജോയി എന്ന് പറയുന്ന സഖാവ് അവിടെ പറയണം എന്തെന്ന്, ഇത് അങ്ങേയറ്റം ഞങ്ങളുടെ അടുത്ത് തെറ്റുപറ്റിപ്പോയി. അത് കഴിഞ്ഞാൽ ഇത് വിജയരാഘവൻ ഇങ്ങനെ പറയണം. ഇനിയിപ്പോൾ ഇവിടെ മൂന്നാറിലൊരാൾ നാക്ക് മൂർച്ച കൂട്ടിയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കാം, എം മണി, അദ്ദേഹം എന്താണ് പറയുക എന്നുള്ളത് നമുക്ക് കേൾക്കേണ്ട ഒരു സാഹചര്യമാണ്. അത് വരും, താമസിയാതെ വരും. അത് ഈ ഭാഷയായിരിക്കില്ല, കുറച്ചും കൂടി അതിൽ നമുക്ക് അശ്ലീലമൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവരെ ആരെന്ത് പറയണം, ആരെപ്പോൾ അതിനെ നിഷേധിക്കണം, ആർക്കെന്ത് വിളിച്ചു പറയാം എന്നുള്ളതൊക്കെ ഒരു തിരക്കഥ ഉണ്ടാക്കിയിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ സംസാരിക്കുന്നത് എന്നുള്ളത് വേണം. ഇത് അധികാരഭ്രമം തലയ്ക്ക് പിടിച്ചിട്ടുള്ള, അധികാരത്തിൻ്റെ ധാർഷ്ട്യം തലയ്ക്ക് പിടിച്ചിട്ടുള്ളതിൻ്റെ ഒരു ഡയലോഗുകളാണ് ഇന്ന് ആ വിജയരാഘവൻ എന്ന് പറയുന്ന ഒരു പക്വതയുമില്ലാത്തൊരു മനുഷ്യനിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടി വന്നത്. ആഷ്മിയൊക്കെ, എനിക്ക് 64 വയസ്സുണ്ട്. ആഷ്മി കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. വെസ്പ സ്കൂട്ടർ ഉണ്ടായിരുന്നവനെ പെറ്റി ബൂർഷ്വ എന്നും അംബാസഡർ കാർ ഉണ്ടായിരുന്നവനെ ബൂർഷ്വ എന്നും വിളിപ്പിക്കാൻ പഠിപ്പിച്ച പാർട്ടിയാണിത്. ഞാൻ ഒരു സമയത്ത് ഒരു ലോറിയിൽ വന്ന സാധനങ്ങൾ ഇറക്കുമ്പോൾ അവിടെ ഒരു തർക്കം നടക്കുന്ന സമയത്ത് 1985-90 കാലഘട്ടത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതിൽ ഞാൻ പോയിട്ട് ഇടപെട്ടു, കാരണം എനിക്ക് വേണ്ടപ്പെട്ട ആളുടെയാണ് ആ സാധനങ്ങൾ ഇറക്കണത്. അപ്പോൾ ഈ CITUവിൻ്റെ ആൾക്കാർ പറഞ്ഞത് എന്താണെന്നറിയോ, അയാളൊരു പെറ്റി ബൂർഷുവാണ്, ഹരിദാസ് ഇതിൽ ഇടപെടരുത്, അയാളുടെ സ്കൂട്ടർ കണ്ടില്ലേ, അയാൾ മദ്രാസിൽ നിന്ന് സ്കൂട്ടർ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അന്നൊന്നും എനിക്ക് ഈ പെറ്റി ബൂർഷയുടെ അർത്ഥം അറിയാമായിരുന്നില്ല. പിന്നീട് ഞാൻ ഈയിടെ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പാർട്ടി ക്ലാസ്സുകളിൽ പറഞ്ഞു തരുന്നതാണ് സ്കൂട്ടർ ഉള്ളവൻ പെറ്റി ബൂർഷുവാണ്, അംബാസഡർ കാറുള്ളവൻ ബൂർഷുവായാണ്, അവരോടൊന്നും നമ്മൾ ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച സഖാക്കൾക്കൊക്കെ തന്നെ ഇപ്പോൾ ഏകദേശം 15 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയിലുള്ള വാഹനങ്ങളിൽ മാത്രം അവർ സഞ്ചരിക്കുമ്പോൾ അവർ നമ്മളോട് പറയുകയാണ്, ഞങ്ങളുടെ സമ്മേളനം നടക്കുമ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് സഞ്ചരിക്കാതിരുന്ന എന്താ, അമ്മായിയമ്മയ്ക്ക് ഗുളിക മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണോ? നോക്കൂ, ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ കാറിൽ പോകുന്നത്, നിങ്ങൾക്ക് നടന്നു പോകൂടെ, പണ്ടൊക്കെ നമ്മൾ നടന്നല്ലേ പോയിക്കൊണ്ടിരുന്നത്, ഇനി കാറിൽ പോകുന്നവരാരാ, അവർ ഞായറാഴ്ചയാണ് തിരക്കൂടുന്നത്. അതിന് കാരണം എന്താണെന്നറിയോ, റോഡിൽ കൂടെ പതിയെ ഉരുട്ടിക്കൊണ്ട് പോവുക. എന്തിനാണ്? ആ കാറിനുള്ളിൽ സല്ലാപമാണ്. ഇപ്പോൾ വിജയരാഘവൻ്റെ വാക്കുകൾ നോക്കിയാൽ ഇത്തരത്തിലുള്ള എന്താണ് സല്ലാപം, അല്ലെങ്കിൽ വനിതാ മാധ്യമ പ്രവർത്തകരുടെ ചുണ്ടിലോട്ട് നോക്കുന്ന ചായം, അല്ലെങ്കിൽ രമ്യ ഹരിദാസിനോട് പറഞ്ഞ മര്യാദകേട്, അത്തരത്തിലുള്ള ഒരു ടോൺ എപ്പോഴും കേൾക്കാം. പോട്ടെ, അമ്മായിയമ്മയെ കാണാൻ പോവാണ്, സല്ലപിച്ചുകൊണ്ട് അമ്മായിയമ്മയെ കാണാൻ പോവാണ്. ഇവരൊക്കെ ഏത് കാലത്ത് ജീവിക്കുകയാണ് CM കെ ഹരിദാസ്? ഇത് നമ്മൾ പറയില്ല, ഈ പാർട്ടിയുടെ പടവലങ്ങ മാതിരി ഇവർ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരുത്താൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുള്ള കുറേ മീറ്റിങ്ങുകൾ നിങ്ങളതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു. അതായത് ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, PB തിരുത്തുകയാണ്, എല്ലാ കാര്യങ്ങളും തിരുത്തിയിട്ടിന് മുൻപോട്ട് പോകണം എന്നുള്ളത്. ഒരു കാരണവശാലും ഞങ്ങൾ തിരുത്തില്ല, ഞങ്ങൾ തിരുത്തപ്പെടുകയില്ല, ഞങ്ങൾക്ക് അധികാരത്തിൻ്റെ ഹുങ്ക് തലയ്ക്ക് കയറിയിട്ടുള്ളവരാണ് ഞങ്ങളെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നതിന് തുല്യമാണ്. ഞാൻ ഹാഷ്മിയോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സഖാവിനോട് ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഈ വാഹന വ്യൂഹം, മുഖ്യമന്ത്രിക്ക് 2.5 കിലോമീറ്റർ അദ്ദേഹത്തിൻ്റെ ക്ലിഫ് ഹൗസിൽ നിന്നും നിയമസഭയിലേക്ക്, സെക്രട്ടേറിയറ്റിലേക്ക് സഞ്ചരിക്കാനുള്ള വാഹന വ്യൂഹത്തിൻ്റെ വ്യാപ്തി കണ്ടിട്ട് ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് എന്ത്, ഇത്രയധികം വാഹനത്തിൽ ഒരു മുഖ്യമന്ത്രിക്ക് സെക്യൂരിറ്റി കൊടുക്കേണ്ട ആവശ്യം എന്താണുള്ളത്? അതൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയല്ലേ? അതിന് ഇത്തരം ചാനൽ ചർച്ചകളിൽ ഈ ന്യായീകരണ തൊഴിലാളികൾ പറയുന്നത് എന്താ, ഇത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള വിരുദ്ധത കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ബ്ലൂ ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രിക്ക്. ബ്ലൂ ബുക്ക് കൃത്യമായി കൈകാര്യം ചെയ്ത് റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ 45 വാഹനത്തിൻ്റെയോ 25 വാഹനത്തിൻ്റെ അകമ്പടിയെ കുറിച്ചിട്ടല്ല, ഒരു മുഖ്യമന്ത്രിക്ക് നൽകേണ്ട ഈ സെക്യൂരിറ്റിയുടെ കൃത്യമായ ഒരു നിയമാവലി അതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം 45 വാഹനത്തിലായാലും 25 വാഹനത്തിലായാലും പോകുന്നതിന് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണെന്നുള്ള ബോധത്തിൽ അവൻ വിമർശിക്കുമ്പോൾ അവനെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിട്ടും ഇത്തരത്തിൽ അവനവൻ്റെ കാര്യങ്ങൾക്ക്, കുട്ടിയെ ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ, കുട്ടിയെ സ്കൂളിൽ വിടാൻ, അല്ലെങ്കിൽ കണ്ണാശുപത്രിയിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ആയുർവേദ ആസ്പത്രിയിലേക്ക് പോകുന്നവർ ചിരിച്ച് കളിച്ച് ഉല്ലസിച്ചിട്ട് എന്തിനാ എല്ലാവരും കാറിൽ പോകുന്നത്, എന്തിനാ കുറേ ആൾക്കാർക്ക് നടന്നു പോക്കൂടെ എന്നൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ജനങ്ങളെ നോക്കി ചോദിക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധാർമ്മികമായ അധപ്പതനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ നേതാക്കളായി നടക്കുന്നത് തന്നെ അപമാനകരമായ സംഗതിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ
2011 ഇവിടുത്തെ നല്ലവരിൽ നല്ലവനായ ജി സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിൻ്റെ മുൻപിൽ റോഡിൻ്റെ സൈഡ് ബോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു വണ്ടി മെറ്റലിറക്കി. ആഷ്മി ഓർമ്മയുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഗേറ്റ് തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടേക്ക് സൂപ്രണ്ട് ഓഫ് പോലീസിനെയും ആ കോൺട്രാക്ടറെയും വരെ വിളിച്ചിറക്കിയിട്ട് ആ സാധനം അവിടുന്ന് 1 മണിക്കൂറിനുള്ളിൽ മാറ്റി. അന്നൊരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ ദിവസത്തിൽ 4 പ്രാവശ്യം അല്ല മാസത്തിൽ 4 ഹർത്താൽ നടത്തുമ്പോൾ ഇപ്പം താങ്കൾക്ക് വണ്ടി പുറത്തേക്ക് ഇറക്കാൻ 1 മണിക്കൂർ വൈകിയപ്പോൾ താങ്കൾ രോഷാകുലനായി. പക്ഷേ ഇത്തരത്തിൽ നിങ്ങൾ ഹർത്താൽ നടത്തുമ്പോൾ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്നൊരു സാഹചര്യം നിലവിലില്ലെന്ന് ചോദിച്ചപ്പോൾ ആ പത്രപ്രവർത്തകനോട് ചൂടായിട്ട് അദ്ദേഹം തിരിച്ചു പോവുകയാണ് ചെയ്തത്. ആ ചോദ്യങ്ങളൊക്കെ തന്നെ ബാക്കിയായിട്ട് ഇപ്പോഴും ഇവിടെ അവിടെയുള്ള നിയമലംഘനം. ഇപ്പൊ ഞാൻ അവിടെ മാതൃഭൂമി എന്റെ മാധ്യമപ്രവർത്തന കാലയളവിൽ അതിന് തൊട്ടിപ്പുറത്തെ ഒരു വീട്ടിൽ താമസിച്ച ആളാണ്. 8 വർഷം, നീണ്ട 8 വർഷക്കാലത്തോളം എല്ലാ ദിവസവും ആ വഴി മാത്രം എനിക്ക് ഓഫീസിലേക്ക് പോകാൻ കഴിയുമായിരുന്നുള്ളൂ. വലിയ തിരക്കുള്ള റോഡാണ്. എന്താണ് അവിടെ അത് കോടതിക്ക് മുന്നിലാണ്. പോലീസ് സ്റ്റേഷൻ അവിടെ ഉണ്ട്, അവിടെ ജനറൽ ഹോസ്പിറ്റലുണ്ട്, അവിടെ മെഡിക്കൽ കോളേജുണ്ട്. ആ റോഡിൻ്റെ അറ്റത്ത് കോട്ടൺ ഹിൽ സ്കൂളുണ്ട്, അതിനപ്പുറത്ത് വേറൊരു ബോയ്സ് സ്കൂളുണ്ട്, അതിനപ്പുറത്ത് കണ്ണാശുപത്രിയുണ്ട്. ഒരുപാട് പാവങ്ങൾ, സാധാരണ മനുഷ്യർ, സാധാരണക്കാർ നിരന്തരം ഉപയോഗിക്കുന്ന റോഡാണ്. ആ റോഡ് പകുതി കെട്ടിയടച്ച് സമ്മേളനം നടത്തുന്നു. കോടതി പിടിച്ചപ്പോഴെങ്കിലും ജോയ് പറഞ്ഞു ചെറിയ പിഴവ് സംഭവിച്ചു, തിരുത്തുന്നു. അതിനുശേഷവും വിജയരാഘവൻ പറയുന്നത് വഞ്ചിയൂരെ കാര്യമാണെങ്കിൽ പാർട്ടി പറഞ്ഞു കൊടുക്കേണ്ട വിജയരാഘവ ആ പോകുന്ന മനുഷ്യർ സാധാരണക്കാരനല്ലാതെ വിജയരാഘവൻ പറയുന്ന പോലെ അമ്മായിയമ്മയ്ക്ക് വായു ഗുളിക വാങ്ങിക്കാൻ പോകുന്നവരല്ല എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? തിരുത്തണ്ട ഇനിയെങ്കിലും. ഹസ്കർ ഹാഷ്മി, ഇതിൽ കാണേണ്ടത് വഞ്ചൂർ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വഞ്ചൂർ ഏരിയ സമ്മേളനത്തിൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന ആ ഏരിയ കമ്മിറ്റിയുടെ അധികാരപരിധി എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയിടവും അവിടെ ഒരു പൊതുസമ്മേളനം നടത്തുന്നതിൻ്റെ ആവശ്യകതയുണ്ട് എങ്കിൽ പോലും ഒരു മൈതാനം കിട്ടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ലഭിക്കുന്നൊരു സാഹചര്യമില്ല. പാർട്ടി സമ്മേളനങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം വിമർശനങ്ങൾ വലിയ തോതിൽ നിങ്ങൾ ഉയർത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പാർട്ടിയുടെ സമ്മേളനം നടത്തുക, തിരുവനന്തപുരത്ത് ഒരു ഏരിയ സമ്മേളനം നടത്താൻ മറ്റു സ്ഥലമൊന്നും കിട്ടില്ലെന്ന് പറയല്ലേ? അങ്ങനല്ല, തിരുവനന്തപുരത്തല്ല, വഞ്ചൂർ ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സമ്മേളനം നടക്കുന്നിടത്ത് ഒരു പൊതുസമ്മേളനം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ഥല പരിമിതിയുള്ള ഒരു സ്ഥലം തന്നെയാണ്, സംശയമില്ല കാര്യത്തിൽ. പക്ഷേ അങ്ങനെ ഒരു മൈതാനമോ ഈ പറയുന്ന പോലീസ് സ്റ്റേഷന്റെ അധികാരപരിധി എന്നൊക്കെ പറയുന്ന മട്ടിൽ വഞ്ചിയൂർ എന്താണ് പാർട്ടി ഓഫീസ് പരിധിയിൽ തന്നെ ഏരിയ പരിധിയിൽ തന്നെ നടത്തണം. അപ്പൊ അതിന് സ്ഥലം കണ്ടെത്തണം. അതെന്തിനാണ് ജനങ്ങളുടെ തലയിൽ മണ്ടക്കി വെക്കുന്നത്? ശ്രീ അസ്കർ, പോട്ടെ, നിങ്ങൾ നടത്തി, നിങ്ങൾ ആ രാഷ്ട്രം കാണിച്ചു, അത് കോടതി ജപിക്ക് പിടിച്ചില്ലേ? ഇന്ന് ആവർത്തിക്കാവോ പി ബി അംഗം? അല്ല അങ്ങനല്ല, ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. ഒന്ന്, പാർട്ടി സമ്മേളനങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 കൊല്ലത്തിലൊരിക്കൽ സമ്മേളനം കൂടുകയും ആ സമ്മേളനത്തിൽ ജനങ്ങളുമായി സംവദിക്കുന്നതിനാണ് പൊതുസമ്മേളനം എന്ന ആശയം പാർട്ടി നടത്തുന്നത്. അപ്പോൾ ആ പൊതുസമ്മേളനത്തിൽ സ്വാഭാവികമായി നമുക്ക് മറ്റൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി തീർക്കാൻ കഴിയുന്ന ഒന്നല്ല. ഒരുപക്ഷെ അങ്ങനെ പൊതുസമ്മേളനം നടത്തി അതൊരു പിശകായിരുന്നു. വഞ്ചൂർ ഏരിയ നടത്തിയിട്ടുള്ളത് പിശക് തന്നെയാണ്. അല്ല, അത് തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഇവിടെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ പലയാവർത്തി പറഞ്ഞിട്ടും ഇവിടെ ആ പ്രധാനപ്പെട്ട റോഡ് പകുതി അടച്ചു കെട്ടി തലേ ദിവസം മുതൽ എന്താണ് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തി. അന്ന് രാത്രി മൊത്തം അവിടെ KPSCയുടെ നാടകവും കളിച്ച് ജനത്തെ മുഴുവൻ കഷ്ടപ്പെടുത്തി അതിന് പോലീസുകാർ ഓശാന പാടി ഒത്താശ ചെയ്ത് കൊടുത്തിട്ട് പരമമായ നിയമലംഘനം നടത്തിയിട്ട് പിന്നെയും ന്യായീകരിക്കലാണോ? അങ്ങടക്കം അങ്ങയുടെ പാർട്ടി PB അംഗം വിജയരാഘവൻ അടക്കം. കഷ്ടമല്ലേ ഹസ്കർ? അങ്ങനല്ല, ഒരു തരത്തിൽ അതിനെ ന്യായീകരിക്കാൻ ആവില്ല. കാരണം അത് തെറ്റു തന്നെയായിരുന്നു. അത് നിയമവിരുദ്ധവും നിയമലംഘനവും തന്നെയാണ്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ആ നിയമലംഘനം തുടർന്ന് തെറ്റു പറ്റിയത് ഏറ്റുപറയുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം എന്നുള്ളത് ആണ് ഇവിടെ പ്രസക്തമാണല്ലോ. പക്ഷെ മറിച്ച് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ചിലരും കൂടി ചേർന്നിട്ട് ഏതു തെറ്റിനെയും വക്രീകരിച്ച് അതിൻ്റെ പാരമ്പര്യത്തിലേക്ക് കൊണ്ടുവരികയും എങ്ങനെയൊക്കെ CPM വിരുദ്ധത പ്രചരിപ്പിക്കാമെന്ന് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന CPM നേതാക്കന്മാർ വളരെ വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കാൻ പഠിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് സഖാവ് വിജയരാഘവൻ്റെ പ്രസംഗം എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം നടത്തിയിട്ടുള്ളത് ദുർബല ജനവിഭാഗങ്ങൾക്കൊപ്പം നിൽക്കുകയും അതിനെ സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ ആശയങ്ങളെ സംബന്ധിച്ചും പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടും വർത്തമാനം പറയുകയാണ്. പാർട്ടിയുടെ ഉത്തരവാദിത്വം ഇടപാടുള്ള EP ജയരാജനുള്ളപ്പോൾ
എന്തിനാണെന്ന് ഇപ്പോഴും അറിയില്ല എന്തിനാണ് ഈ പറയുന്ന കരിമണൽ മുതലാളി മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്ത ഇത്രയും കോടികൾ എന്ന കാര്യം ഇപ്പോഴും ആർക്കും അറിയില്ല. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പാവങ്ങളാര് പണക്കാരാര് എന്ന വിഷയം അവിടെ നിൽക്കട്ടെ. ശ്രീ ഹസ്കറുടെ പ്രശ്നം എന്താണ്? ഹസ്കർ ഇവിടെ പ്രശ്നം പരമമായ നിയമലംഘനം നടത്തി, അത് കോടതി കണ്ടുപിടിച്ചു, കോടതി ഇടപെട്ടു, SHOയെ അടക്കം നിർത്തിപ്പൊരിച്ചു, DGPയോട് വിശദീകരണം ആരാഞ്ഞു. ഇത്രയും കോടതി ഇടപെട്ട വിഷയത്തിൽ വിജയരാഘവൻ എന്ന് പറയുകയാണ് നിങ്ങൾക്ക് എന്തിനാ കാർ ഇറങ്ങി നടന്നുകൂടെ, പണ്ട് നമ്മൾ കാറിലല്ലേ പോയത് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ ഇനിയും തോന്നിയെടുത്ത് തോന്നിയ പോലെ വഴിയടച്ച് സമ്മേളനം നടത്തും, നിങ്ങൾക്ക് വേണമെങ്കിൽ നടന്നു ഓടാ എന്നാ പറഞ്ഞതിന് മലയാളം ശ്രീ ഹസ്കർ. അങ്ങനല്ല ഹാഷ്മി, അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. കാരണം വിജയരാഘവൻ വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറയുന്നു. വിജയരാഘവൻ അധികം പ്രസംഗം നടത്തി അല്ലെങ്കിൽ വർത്തമാന കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത് എന്നൊരു തോന്നലിൻ്റെ ഭാഗം കൂടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞത് നമുക്ക് പറ്റുന്ന തെറ്റുകളെ ഏറ്റുപറയുകയും ആ തെറ്റുകൾ തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ഹൃദയവിശാലത ഉണ്ടാവുകയും ചെയ്യുകയാണെന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ മൂല്യമായി ജനങ്ങൾ കാണുക. അങ്ങനെ തെറ്റു തിരുത്തപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ പലപ്പോഴും CPM-നെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പലതിനെ സംബന്ധിച്ചിടത്തോളവും ഇത്തരം തെറ്റു തിരുത്തലിന് പലപ്പോഴും വൈമുഖ്യം കാണിക്കുന്നു എന്നാണ് വർത്തമാനകാല യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുള്ളത്. വർത്തമാനകാല നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർക്ക് പറ്റുന്ന തെറ്റുകൾ അല്ലെങ്കിൽ പാർട്ടിക്ക് പറ്റുന്ന തെറ്റുകൾ ജനങ്ങളുമായി തുറന്നു പറയുന്നതിന് ഏതോ തരത്തിൽ അവർ ദുശാഠ്യം പിടിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊരു ദുശാഠ്യത്തിൻ്റെ തുടർച്ചയായി മാത്രമേ വിജയരാഘവൻ്റെ പ്രസംഗത്തെ നിങ്ങൾ കാണേണ്ടതുള്ളൂ. അല്ലാതെ തെറ്റ് ചെയ്തതിനെ ന്യായീകരിച്ചതുകൊണ്ടോ മാത്രമല്ല ഒരു സാമൂഹിക വിഷയം കൂടി അദ്ദേഹം ഈ പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ആളുകൾ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ റോഡുകളുടെ വികസനത്തെ സംബന്ധിച്ചും ഒക്കെ തന്നെ വലിയ തോതിൽ വിമർശനങ്ങൾ നേടുകയും ആ ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അവിടെ ഏതു വീടിലും ഒന്നിലധികം കാറുകളുള്ള ആളുകൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ പോലും ഈ വാഹനങ്ങൾ ഇങ്ങനെ നിരത്തിലേക്ക് ഇറക്കുന്നതിന് ആവശ്യമായ രാത്രി വരെ നീണ്ട എനിക്ക് ഇടവേള ഞാൻ എത്താം ശാസ്കർ. അന്ന് രാത്രി മുഴുവനുണ്ട്, അന്ന് രാത്രിയും ഉണ്ടായിരുന്നു, രാവിലെ നീണ്ട ഒരുപക്ഷെ ഒരു ദിവസം മൊത്തത്തിൽ നാടിനെ കഷ്ടപ്പെടുത്തിയ, അവിടുത്തെ ജനങ്ങളെ കഷ്ടപ്പെടുത്തിയ, അവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിച്ച ആ പരിപാടി നടത്തിയിട്ട് അവിടെ വലിയ പ്രശ്നമുണ്ടായി. ആ പ്രശ്നങ്ങൾക്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഗതാഗത പ്രശ്നം? ആ ഗതാഗത പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം അവിടെ ഈ റോഡ് അടച്ചു കെട്ടി സമ്മേളനം നടത്തിയതുകൊണ്ടല്ല, വണ്ടികൾ റോഡിൽ ഇറങ്ങിയത് കൊണ്ടാണ് എന്നൊരു തിയറി അവതരിപ്പിക്കുകയായിരുന്നു. നല്ല കാര്യമാണ്. പക്ഷേ ജിൻഡോ ജോൺ അവിടെ തലേ ദിവസം മുതൽ ഈ സ്റ്റേജിൻ്റെ പണികൾ തുടങ്ങുന്നതാണ്. അപ്പോൾ നേരത്തെ ഒരു പ്ലാനിങ് ഇല്ലാതെ പറ്റില്ലല്ലോ, അത് തുടങ്ങുന്നു. അത് തുടങ്ങുമ്പോൾ ഇപ്പോൾ KPS നാടകം കൊണ്ടിടുമ്പോൾ തന്നെ മാധ്യമങ്ങൾ പറയുന്നുണ്ട് പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. ആ ദിവസം മൊത്തം മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇവർ കാണാത്തതല്ല. അങ്ങനെ കണ്ടെങ്കിൽ ശ്രീ ഹസ്കർ പറയുന്ന പോലൊന്നുമല്ല, അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പാളയം ഏരിയ കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന എത്ര സ്ഥലങ്ങൾ ഞാൻ വേണേൽ കാണിച്ചു കൊടുക്കാമെന്ന് CPM-ന് നമ്മൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന അനുഭവം വെച്ചിട്ട്. അപ്പോൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് അത് അവിടെ തന്നെ നടത്തണം എന്നത് അവർ തീരുമാനിച്ചതാണ്. അവരെ നടത്തുകയും ചെയ്തു. അന്ന് ആ പോലീസ് അവിടെ വാഹന നിയന്ത്രണം അടക്കം കൂട്ടുനിന്നു. ശ്രീ ജിൻഡോ അന്ന് വേദിയിൽ MV ഗോവിന്ദൻ പറഞ്ഞ എന്താണെന്ന് അറിയാം? ഈ പറയുന്ന മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് നേരത്തെ ഹസ്കർ പറഞ്ഞ പോലെ ഇന്ന് ഇടതുവിരുദ്ധ മനോഗതി, പ്രചാരവേല, അവരുടെ സ്ഥിരം ക്ലീഷേ അന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. അതിനുശേഷം ജോയി അത് തിരുത്തെങ്കിലും ഒക്കെ മായിച്ചേക്കോ ശ്രീ ജിൻഡോ. ഇന്ന് സഖാവ് വിജയരാഘവൻ പറയുകയാണ് അവിടുത്തെ പ്രശ്നം എന്തായിരുന്നു? റോഡ് കെട്ടിയതല്ല പ്രശ്നം, വാഹനങ്ങൾ റോഡിലിറങ്ങിയതാണ് പ്രശ്നം. വാഹനങ്ങൾ റോഡിലിറങ്ങിയില്ലായിരുന്നെങ്കിൽ ട്രാഫിക് ജാം ഉണ്ടാവില്ല. ശരിയല്ലേ ജിൻഡോ? അല്ല, ശരിയാണ്. കാരണം കേരളം ഭരിക്കുന്ന രാജാവിൻ്റെ അണികൾ പറയുന്നത് ശരിയാണെന്ന് സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൽത്തുറങ്കിൽ അടയ്ക്കപ്പെടുമല്ലോ. ഇവിടെ ഹസ്കർ പറഞ്ഞൊരു വാദമുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഈ പോരാട്ടം മുഴുവൻ. ശരിയാണ്. MV ഗോവിന്ദൻ എന്ന് പറഞ്ഞ MLA, VK പ്രശാന്ത് എന്ന് പറഞ്ഞ MLA, V ജോയി എന്ന് പറഞ്ഞ MLA, ഇങ്ങനെയുള്ള MLA-മാരുടെ നേതൃത്വത്തിൽ റോഡിൻ്റെ നടുവിൽ സ്റ്റേജ് കെട്ടി ഇവർ സമ്മേളനം നടത്തി, അതിനുശേഷം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകം നടത്തി ഏകദേശം 24 മണിക്കൂർ നേരത്തേക്ക് സാധാരണ മനുഷ്യരെ റോഡിൻ്റെ ഓരത്തേക്ക് പാർശ്വവൽക്കരിച്ച പരിപാടി ഏതായാലും നല്ല പരിപാടിയാണല്ലോ. ഇതാണ് യഥാർത്ഥത്തിൽ ഇവർ നടപ്പാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പരിപാടി. ഇതിനെതിരെ സംസാരിക്കുന്ന നമ്മളാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ. അതുകൊണ്ടാണ് അന്ന് MV ഗോവിന്ദൻ ആ വേദിയിൽ വെച്ച് പറഞ്ഞത് അതിനെതിരെ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ചെയ്യുന്നത് എന്ന്. ഈ പരിപാടിയെക്കുറിച്ചിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബേഷായി തോറ്റപ്പോൾ ഈ വിജയരാഘവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ അർഹതയില്ല ഇവർക്ക്, മാർക്സിസ്റ്റ്
മാർക്സിസ്റ്റ് പാർട്ടി പൂതലിച്ച അവസ്ഥയിലാണെന്ന്. ആ പൂതലിച്ച അവസ്ഥയിലിരിക്കുന്ന പാർട്ടിയിലേക്ക് കുറച്ചുകൂടി പൂതലിപ്പിന് വേണ്ടിയിട്ടുള്ള പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എ വിജയരാഘവനെ പോലുള്ള ആളുകൾ. പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ നിലവാരം ഇതാണെങ്കിൽ താഴത്തെ ബ്യൂറോയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ ഹാഷ്മി. ഇങ്ങനെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഈ തരത്തിൽ ന്യായീകരിക്കുന്നു. വി ജോയ് എന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറി അല്പം മയപ്പെട്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ഏറ്റുപറയുന്ന രീതിയിൽ കോടതി ചെവിക്ക് പിടിച്ചതിന് ശേഷമെങ്കിലും എത്തിയെങ്കിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ വീണ്ടും അത് തിരുത്തി പറയുന്നു. അപ്പൊ പിന്നെ താഴത്തെ ബ്യൂറോക്കാരൊക്കെ ഇതിന് ന്യായീകരിക്കുന്നതിൽ ഒരു തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല. അല്ല ജിൻഡോ, നാളെ നിങ്ങൾ അധികാരത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഒരു പരിപാടി ഇപ്പോൾ അവിടെ പോലീസ് അവിടെ നോക്കി നേരെ പോലീസ് സ്റ്റേഷൻ കാണാം. പോലീസ് സ്റ്റേഷന്റെ കൺമുന്നിൽ ഭരിക്കുന്ന പാർട്ടിയുടെ സമ്മേളനമായതുകൊണ്ടാണല്ലോ പോലീസ് അനുവദിച്ചത്. നല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ BJP-യുടെ മറ്റേതെങ്കിലും പാർട്ടിയുടെ അത് സമ്മതിക്കുമോ? എല്ലാവരും പൊളിച്ചുവിട്ട് തൊട്ടിക്കൊണ്ട് കളയില്ലേ? അപ്പോൾ നാളെ നിങ്ങൾ അധികാരത്തിൽ വരുമ്പോഴേക്കും നിങ്ങൾ ഈ പണി നടത്തുമ്പോഴും അല്ലെങ്കിൽ മാധ്യമങ്ങൾ വിമർശിക്കുമ്പോഴും ഇത് തന്നെ പറയണം കേട്ടോ ജിൻഡോ. ഇതാരും മുക്തരൊന്നും അല്ല ജിൻഡോ, ഇതിൽ ആരും മുക്തരൊന്നുമല്ല. അല്ല ഹാഷ്മി, ഇതിൽ ആരും മുക്തരല്ല എന്ന് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയാൻ പാടില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പൊതുസമ്മേളനം, കോൺഗ്രസ് പാർട്ടിയുടെ സമ്മേളനം പൊതുവഴി കയ്യേറിയതായിട്ട് CPM-ന്റെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ റോഡിൽ സമരം നടത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് നടക്കെ ഞങ്ങൾ സമരം ചെയ്യണ്ടേ? കേരളത്തിലെ സർക്കാരിനെതിരെ സമരം ചെയ്യുമ്പോൾ സെക്രട്ടേറിയറ്റ് നടക്കെ തന്നെ സമരം ചെയ്യും, ജില്ലാ കളക്ടറേറ്റിന് മുമ്പിൽ സമരം ചെയ്യും, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിൽ സമരം ചെയ്യും. അങ്ങനെ സമരം ചെയ്തല്ലോ, ഇതൊരു സമര പരിപാടിയല്ലല്ലോ. ഭരിക്കുന്ന പാർട്ടിയുടെ ഏരിയ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം അത് നാട്ടുകാരൻ നെഞ്ചത്ത് നടത്തുകയാണ്, കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും കൺമുൻപിൽ നടത്തുകയാണ്. ആർക്കും ഒരു ആക്ഷേപമില്ല. എന്നിട്ട് പറയാണ് പാവപ്പെട്ടവർ ഇങ്ങനെ സമ്മേളനം നടത്തുന്നു. ഏത് പാവപ്പെട്ടവരാ? ഇന്നോവ കാറിൽ പാഞ്ഞു വന്ന് പാവപ്പെട്ടവർ സമ്മേളനം നടത്തുമ്പോൾ പണക്കാരായിട്ടുള്ള സ്കൂട്ടർ യാത്രികർ, പ്രസവത്തിന് ശേഷം ആശുപത്രി വിട്ടുവരുന്ന ആ പണക്കാരായിട്ടുള്ള ആളുകൾ, അവര് സ്കൂട്ടറിലും ഓട്ടോറിക്ഷയിലും പോകുന്ന ആ മുന്തിയ പണക്കാരുണ്ടല്ലോ, അതിസമ്പന്നർ, അവർ റോഡിന്റെ ഓരം ചേർന്ന് പോകണമെന്നാണ് പോളിറ്റ് ബ്യൂറോ മെമ്പർ പറയുന്നത്. നവകേരള സദസ്സിന്റെ യാത്ര നമുക്ക് ഓർമ്മയില്ലേ? അന്ന് ഇവർ പറഞ്ഞത് ഈ ബസ് കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? മന്ത്രിമാരുടെ വാഹനങ്ങൾ ഒഴിവാക്കാനെന്നാ. എന്നിട്ട് ഈ ബസ് 1,05,00,000 ബസ് കൊണ്ടുവരുന്നു. അതിന് പുറകെ മറ്റൊരു KSRTC ബസ് കാലിയായിട്ട് ഓടുന്നു. അതിനുശേഷം മന്ത്രിമാരുടെ മുഴുവൻ വാഹനങ്ങളും അവരുടെ ലഗേജിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഓടിക്കുന്നു. എന്നിട്ട് ഈ നവകേരള ബസ് കടന്നുപോയ വഴിയിൽ നമ്മളൊന്ന് കാര്യം മനസ്സിലാക്കണം. ഇത് ഏത് അമ്മായിയമ്മയ്ക്ക് ഗുളിക മേടിക്കാൻ പോയതാണെന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർ ഒന്ന് ആലോചിക്കേണ്ടതാണ്. ആർക്ക് എത്രത്തോളം ഗുണം കിട്ടിയെന്ന് ആലോചിക്കേണ്ടതാണ്. കാലടിയിൽ ഞങ്ങളുടെ നാട്ടിലാ ഒരു പാവപ്പെട്ട മനുഷ്യൻ അവരുടെ കുട്ടിക്ക് പനി പിടിച്ചിട്ട് ആശുപത്രി പോയി മരുന്ന് മേടിക്കാൻ പോയപ്പോൾ, മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മേടിക്കാൻ പോയപ്പോൾ ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവരുത്തുക ഈ നവകേരള സദസ്സ് നടത്തിയ മാന്യന്മാരുടെ പോലീസ്. അതിനെതിരെ ഇവർ എന്തൊക്കെയാ പറഞ്ഞത്? ഇവരുടെ സദസ്സിനെതിരെ അക്രമം നടത്താൻ പോകുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഹാഷ്മി, നടന്നു പോകണം എന്നൊക്കെയല്ലേ പറയുന്നത് ഈ പോളിറ്റ് ബ്യൂറോ മെമ്പർ? 2 സ്റ്റെപ്പുള്ള നവകേരള ബസ്സിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് വെച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി പൊങ്ങി കയറിയത് അല്ലേ? 2 നിലയുള്ള ക്ലിഫ് ഹൗസിൽ 25 ലക്ഷത്തിന്റെ ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് എന്താ നടന്നാൽ? മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ക്ഷീണം സംഭവിക്കുക നടന്നാൽ? 2 സ്റ്റെപ്പ് ബസ്സിന്റെ 2 സ്റ്റെപ്പ് എടുത്തു വെക്കാൻ മുഖ്യമന്ത്രിക്ക് ശേഷിയില്ലേ? അത്രയ്ക്ക് അനാരോഗ്യമായിട്ടാണെങ്കിൽ മറ്റാളുകളില്ലേ CPM-ൽ അവർക്ക് ചാർജ് കൊടുക്കണം. അപ്പോൾ പാവപ്പെട്ട മനുഷ്യരോട് നിങ്ങൾ പൊതുവഴിയിൽ നടന്നു പോകണം. പക്ഷെ ഞങ്ങൾ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരടക്കം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം റോഡ് കയ്യേറി സമ്മേളനം നടത്തുമ്പോൾ നിങ്ങൾ പാർശ്വം പറ്റി നടക്കണം എന്ന് പറയുന്ന ഒരു ന്യായമല്ല. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതൊന്നും നടന്നിട്ടില്ല എന്നവർ പറയുന്നത്. നിയമസഭ പട്ടാപ്പകൽ അടിച്ചു പൊളിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല എന്നല്ലേ ഇവർ പറയുന്നത്? ഗവൺമെന്റ് യൂത്ത് കോൺഗ്രസ്സുകാരെ തലയടിച്ചു പൊട്ടിച്ചിട്ട് അങ്ങനെ ഒന്നും കണ്ടില്ല എന്നല്ലേ പോലീസ് പറഞ്ഞത്? ചെറുപ്പക്കാരെ തലയടിച്ചു പൊട്ടിക്കുന്ന പരിപാടി ജീവൻ രക്ഷാ പ്രവർത്തനം എന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? ആര്യ രാജേന്ദ്രൻ KSRTC ബസ്സിന് വട്ടം വണ്ടി ഇട്ടിട്ട് അവരുടെ ഭർത്താവായിട്ടുള്ള MLA അതിൽ കയറി അക്രമം നടത്തിയത് അങ്ങനെ ഒന്നും നടത്തിയിട്ടില്ല എന്നല്ലേ ഇവർ പറഞ്ഞത്? ഇവർ എന്ത് തോന്നിവാസവും നടത്തും? ഇവർക്ക് തുടർ ഭരണം കിട്ടിയപ്പോൾ തോറ്റുപോയ വെച്ചാലും ഇവിടെ നാട് മൊത്തം കണ്ട ആ നിയമസഭാ കയ്യാങ്കളി കേസിന് തെളിവില്ല എന്നൊക്കെ പറഞ്ഞത് കടുപ്പമാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. CMR അഭിലാഷ് ഇവിടെ ഓൾറെഡി ഹൈക്കോടതിയിലും സുപ്രീം കോടതി നിയമങ്ങളുണ്ട്. ഈ കേസ് ആ കോടതിയിലേക്ക് എത്തുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പോയതിന് ഒരു പാവം പിടിച്ചവൻ, എറണാകുളത്ത് ഒരു പാവം പിടിച്ചവൻ കോടതിയിലേക്ക് പോയതാണ്. കോടതി ആദ്യ ചോദ്യം ഇതായിരുന്നു, ഇത് പോലീസ് സ്റ്റേഷന് മുന്നിലല്ലേ CPM ഈ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം സ്റ്റേജ് കെട്ടിയത്? സ്റ്റേജ് അഴിച്ചു മാറ്റിയെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? വിഷയം സംസ്ഥാന പോലീസ് മേധാവി അറിഞ്ഞോ? സമ്മേളനത്തിൽ പങ്കെടുത്തവരും പ്രസംഗിച്ചവരും ആരൊക്കെയാണ്? സ്റ്റേജിൽ ആരൊക്കെയിരുന്നു? അവരെ പ്രതികളാക്കിയോ? ഏതൊക്കെ വകുപ്പുകളിൽ കേസെടുത്തു? അവിടെ ഉണ്ടായിരുന്ന നാടകവാഹനത്തിന്റെ വണ്ടി പിടിച്ചെടുത്തോ? പ്രവർത്തകരെത്തായ സ്കൂൾ ബസ് ഉപയോഗിച്ചോ? പോലീസിന്റെ പണി എന്താണ്? തുടങ്ങിയ അതിരൂക്ഷമായ ചോദ്യങ്ങൾ ചോദിച്ച് കോടതി അർഹിക്കുന്ന ഗൗരവത്തിൽ ആ വിഷയത്തിൽ വളരെ സജീവമായി ഇടപെട്ടു. അതിനുശേഷവും ആ പാർട്ടിയുടെ പോൾ ബ്യൂറോ അംഗം എന്ന് പറയുകയാണ്, എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് കാറിൽ ഇറങ്ങി നടന്നു പോയ പോരെ എന്ന് ചോദിച്ചെങ്കിൽ ഈ പറയുന്ന കോടതിയുടെ പരാമർശങ്ങൾ, ആ കോടതി ഉത്തരവുകൾ അവരുടെ തൊലിപ്പുറത്ത് സ്പർശിച്ചിട്ടില്ല എന്നല്ലേ CMR അഭിലാഷ്? ശ്രീ ഹാഷ്മി, നിയമപരമായിട്ട് ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നിരുപാധികം അത് തെറ്റാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്ന ഒരു രാഷ്ട്രീയ മര്യാദ കേരളത്തിന് ഒരുപക്ഷെ ഇന്ത്യയിലെമ്പാടും അന്യം നിന്നിരിക്കുകയാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന നിയമപരമായിട്ടുള്ള ഒരു വലിയ തെറ്റ് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിൽ വീണ്ടും വന്നിരിക്കുകയാണ്.
ഇതിനു മുമ്പ് ഇത്തരത്തിൽ കോടതിയെ അധിക്ഷേപിക്കുവാൻ വരെയും സന്നദ്ധരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. അവർ ജയിൽവാസം അനുഭവിക്കുകയുണ്ടായി. പല കാരണങ്ങളും പരിഗണിച്ചുകൊണ്ട് വളരെ സുവ്യക്തവും സുചിന്തിതവുമായിട്ടുള്ളൊരു ഉത്തരവാണ് ഖാലിദ് മുണ്ടിപ്പള്ളി കേസിൽ 2010 ബഹുമാനപ്പെട്ട ഹൈക്കോടതി പാസ്സാക്കിയത്. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും പറഞ്ഞുകൂടാത്ത ഒരു ന്യായീകരണമാണ്. അതൊരു നിയമവ്യവസ്ഥയല്ലേ? അപ്പോൾ കാറിൽ ആൾക്കാർക്ക് യാത്ര ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ജാഥ നടത്തിക്കൂടാ? ഇവിടെ ജാഥയല്ലല്ലോ ശ്രീ ഹാഷ്മി പ്രശ്നം. ഇവിടെ റോഡടച്ചിട്ടുള്ള സമ്മേളനങ്ങളെയാണ് നിരോധിച്ചിരിക്കുന്നത്. ഈ ജാഥയും സമ്മേളനവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയാതിരിക്കുകയാണോ അതോ ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട് ഇതിങ്ങനെ ന്യായീകരിച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ, പ്രത്യേകിച്ച് ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയല്ല, അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം നിയമബോധം സംരക്ഷിക്കപ്പെടും? കോടതിയുടെ ഉത്തരവുകളോട് എത്രത്തോളം അവർക്ക് മാനസികമായിട്ടുള്ള ആ ഒരു ബഹുമാനം നിലനിർത്തുവാൻ കഴിയും? അപ്പോൾ വളരെ ഉത്തരവാദിത്തോടുകൂടി മാത്രം പറയേണ്ടതായിട്ടുള്ള ഒരു പദവിയിലിരിക്കുന്ന അദ്ദേഹം ഒരിക്കലും പറഞ്ഞുകൂടാത്തതായിരുന്നു. ഇന്ത്യയിലെമ്പാടും യാത്ര ചെയ്യുവാൻ ഭരണഘടനയുടെ 19(1)(d) എന്ന് പറയുന്ന ഉപവകുപ്പ് പ്രകാരം അവകാശമുണ്ട്. അത് അഭിപ്രായ സ്വാതന്ത്ര്യം 19(1)(a) തരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമോ 19(1)(b) കൊടുക്കുന്ന സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യമോ, സമാധാനമായിട്ട് ആയുധമില്ലാതെ സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഒന്നും തന്നെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് അതിനൊരു പരിധിയായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ പൗരനും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അവരാണ് തീരുമാനിക്കേണ്ടത് സ്കൂട്ടറിൽ യാത്ര ചെയ്യണോ, സൈക്കിളിൽ യാത്ര ചെയ്യണോ, കാറിൽ യാത്ര ചെയ്യണോ. അപ്പോൾ നിയമം പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഒരു കണ്ടീഷൻ ജനങ്ങളിൽ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിയമവ്യവസ്ഥ എന്തിനാണ്? നിങ്ങൾക്ക് കാറിൽ യാത്ര ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് സമ്മേളനം നടത്താമെന്ന് പറയുമ്പോൾ കാറിനകത്തും ഇങ്ങനൊരു ശ്രേണീവൽക്കരണം ഉണ്ടാകുമോ? നിങ്ങൾ കൂടിയ കാറിൽ യാത്ര നടത്തുകയാണെങ്കിൽ കൂടുതൽ നേരം ഞങ്ങൾക്ക് റോഡ് തടയാം, അല്ലെങ്കിൽ ഇങ്ങനെ വഴിയടച്ച് സമ്മേളനം നടത്താം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ന്യായീകരണത്തിലേക്കല്ലേ ഇത് നയിക്കുക? വളരെ വികലമായി ഒരിക്കലും ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറഞ്ഞുകൂടാത്ത തരത്തിലുള്ള വിജയരാമൻ പറഞ്ഞു കേട്ടപ്പോൾ തോന്നും ആ തിരക്കിൽപ്പെട്ടവരൊക്കെ മൊത്തം BMW C-class കാറുകൾ മാത്രം, അല്ലെങ്കിൽ വലിയ ലാൻഡ് റോവർ വലിയ കാറുകൾ മാത്രം അവിടെ ആ തിരക്കിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടതാണ്. ഓട്ടോയിലെ സ്കൂൾ കുഞ്ഞുങ്ങൾ, സ്കൂൾ അല്ലാത്ത ബസ്, അല്ലാത്ത വണ്ടി, അല്ലാത്ത കാറ്, അല്ലാത്ത 2 വീലർ, അല്ലാത്ത മനുഷ്യർ, അവരെ നോക്കിയാണ് പറയുന്നത് നിങ്ങൾ വലിയ വലിയ വണ്ടി. ശ്രീ M.R. അഭിലാഷ്, എന്താണ് ഇപ്പോൾ അമ്മായിയമ്മയെ കാണാൻ പോകുന്നൊരു കുറ്റം എന്താണ്? കാറിൽ സല്ലപിച്ചാലുള്ള കുറ്റം എന്താണ്? ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ PB അംഗം പറയുകയാണ് അമ്മായിയമ്മയെ കാണാൻ പോകുന്നത് എന്താണ്? വിജയരാഘവന് കൊണ്ട് അപേക്ഷ കൊടുക്കണോ? പ്രിയപ്പെട്ട സഖാവേ, ഞാൻ അമ്മായിയമ്മയെ കാണാൻ പോവാ എന്ന് അപേക്ഷ കൊടുക്കണോ? എന്തുവാന്നേ പറയുന്നത്? അത് എന്താ ഇതിന് പറയുക? ഇത്തരത്തിലുള്ള ഉപാധികൾ വെക്കുവാനൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല. എല്ലാ രാഷ്ട്രീയ സംഘടനകൾക്കും ബാധകമായിട്ടുള്ളൊരു ഉത്തരവാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനെ കൂടുതൽ മാനിക്കുവാൻ, കാരണം അധികാരം വിനിയോഗിക്കുന്ന അവരാണ്, ആ ഉത്തരവാദിത്വം അവർക്കുണ്ട് എന്നിരിക്കെ ഇത്തരത്തിൽ ഒരു സെൻസ് ഇല്ലാത്ത തരത്തിലുള്ള അവകാശവാദങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ഉന്നയിക്കുമ്പോൾ അവരാണ് ഇതിനകത്ത് കൺഫ്യൂസ്ഡ് ആകപ്പെടുന്നത്. പൂർണ്ണമായിട്ടും നേതാവ് പറയുന്നതാണ് പരിധിയില്ലാത്ത സത്യം എന്നൊരു വിശ്വാസത്തോടു കൂടി ഇരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ നിയമവ്യവസ്ഥയെക്കുറിച്ച് വളരെ തെറ്റായിട്ടുള്ള ചിന്തയും ഈ രാഷ്ട്രീയ സംഘടനയെക്കുറിച്ച്, ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ജനപ്രാതിനിധ്യ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ് ഇന്ത്യയിലുള്ളത്. അവരെയെല്ലാം നിയമമാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിയമത്തിനെ റെഗുലേറ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾക്കോ ഒന്നും കഴിയില്ല എന്നിരിക്കെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ജനങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നത് നാളെയും ഇനി വരുന്ന ദിവസങ്ങളിലും നിയമം ബ്രേക്ക് ചെയ്യുവാൻ, നിയമം ലംഘിക്കുവാനും ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളൊക്കെ നടത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്നും, നിയമം എന്ത് പറഞ്ഞാലും കോടതി എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് നടത്താൻ കഴിയുമെന്നും ഒക്കെയുള്ള ചിന്ത ജനങ്ങളിലേക്കും ചെറിയ നേതാക്കന്മാരിലേക്കും ഒക്കെ കൊണ്ടുചെല്ലാനല്ലാതെ ഇതിന് മീനിങ് ഉള്ളത്? എന്തുകൊണ്ട് അപ്പീൽ പോയിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് പരിഗണിച്ചില്ല? അനുസൃതമായിട്ട് അതിന് അവർ ആഗ്രഹിച്ച രീതിയിൽ ഒരു ഉത്തരവ് കൊടുത്തില്ല? ഇവിടെ നിയമം ഭേദഗതി ചെയ്തിട്ട് എന്തുകൊണ്ടത് നിലനിന്നില്ല? അപ്പോൾ ഒരു തരത്തിലും നിയമവ്യവസ്ഥയിൽ അനുവദനീയമല്ല, ഓരോ വ്യക്തിയുടെ അവകാശവും സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന പൂർണ്ണ ബോധ്യത്തിൽ, ആ സമ്മേളനത്തിന് വരുന്ന ആൾക്കാരുടെ ആരോഗ്യവും സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന പൂർണ്ണ ബോധ്യത്തിൽ ഹൈക്കോടതി സമഗ്രമായിട്ടുള്ളൊരു ഉത്തരവ് പാസ്സാക്കി കഴിഞ്ഞാൽ
ഒരു പ്രത്യേക ഒരു പാർട്ടിയുടെ അധികാരത്തിൽ അവരിയ്ക്കുന്നു എന്ന ഒരു വ്യത്യസ്തത മാത്രമേ മറ്റ് പാർട്ടികളിൽ നിന്ന് അവരെ വ്യത്യസ്തരാക്കുന്നുള്ളൂ. എന്നിരിക്കെ ഇത്തരത്തിലുള്ള വളരെ ചപലമായിട്ടുള്ള ഈ അനുവാചകരെ വിഡ്ഢികളാക്കുന്ന, തെറ്റായിട്ട് ചിന്തിപ്പിക്കുന്ന ഈ അവകാശവാദങ്ങൾ ഈ വൈകിയ വേളയെങ്കിലെങ്കിലും അത് ഉപേക്ഷിച്ചിട്ട് ഇത്തരമുള്ള സമ്മേളനങ്ങൾ ഞങ്ങൾ ഒഴിവാക്കുമെന്ന് പറഞ്ഞാൽ എത്രത്തോളം ശ്ലാഘനീയമായിരുന്നു. അതിന് അദ്ദേഹത്തിന് കഴിയാതെ പോകുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ ജനാധിപത്യ നിയമവ്യവസ്ഥയുടെ പരാജയത്തോടെയാണ് കിടക്കുന്നത്. എം കെ ഹരിദാസ്, ഇവിടെ എന്താണ്, ഇവിടെ പോലീസ് സ്റ്റേഷന് മുൻപിലാണ് കേട്ടോ, പോലീസുകാർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ സ്റ്റേജ് കെട്ടിന് ആദ്യഘട്ടത്തിൽ അവിടെ വഴിതിരിച്ചുകൊണ്ടിരുന്ന പോലീസുകാരാണെന്നാണ് അവിടുത്തെ ആളുകളോട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. ശ്രീ ഹരിദാസ് കേസെടുത്തു, SHO പോലീസ് സ്റ്റേഷനിൽ പോയി എന്താണ് കണ്ടാലറിയാവുന്ന 500 പേർ. ആരൊക്കെയാണെന്നറിയാമോ പോലീസിനെ കണ്ടാലറിയാവുന്നവർ? പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പാർട്ടിയുടെ MLA PS ജോയി, അവിടുത്തെ വിജയകുമാർ സഖാവ്, അവിടുത്തെ പ്രധാനപ്പെട്ട CPM നേതാക്കൾ സ്റ്റേജിൽ നിരന്നിരിക്കുക. അവരൊക്കെ പോലീസിന് കണ്ടാലറിയാവുന്നവരാ. പോലീസ് അതിനു വേണ്ടിയുള്ള എല്ലാ സഹായം ചെയ്തു കൊടുക്കുക. ഒരു എതിർത്തൊരു വാക്ക് മിണ്ടുന്നില്ല. എങ്ങോട്ടാന്നേ പോക്ക് ശ്രീ ഹരിദാസ്? നമ്മൾ ഈ പോലീസിനെ ഈ കാര്യത്തിൽ എന്തിനാണ് കുറ്റം പറയുന്നത് ആഷ്മി? അവർ ഇവരുടെ ചട്ടുകല്ലേ, ഭരിക്കുന്നവരാരാണോ അവരുടെ ചട്ടുകല്ലേ അവർ. നോക്കൂ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നോട്ടം കൊണ്ടും നല്ല സന്ദേശങ്ങളും നല്ല വാക്കുകളും ഉരുവിടേണ്ട ഈ പോളിറ്റ് ബ്യൂറോ അംഗത്തെ പോലുള്ളവർ ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് എന്താണ് ചെയ്യുന്നത് ഹാഷ്മി? ഇത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുകയാണ് അണികൾക്ക്. നിങ്ങൾ ചെയ്തോ, ഇത് ജോയി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറയും. ഇപ്പം എന്താണ് ഈ സമ്മേളനം നടക്കുന്ന വേദിയിൽ മാധ്യമങ്ങളെ നോക്കിക്കൊണ്ട് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്? വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൻ്റെ ഒരു ഭാഗമാണ് മാധ്യമങ്ങൾ ഇതിനെ വളച്ചൊടിച്ചു കൊണ്ടുപോകുന്നതെന്ന്. എനിക്ക് പരിചയമുള്ള ഒരുപാട് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരോട് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവരോട് ചോദിച്ചു, ഇതും വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദവും തമ്മിൽ എന്താ ബന്ധമുള്ളത്? നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് നടു റോട്ടിൽ ഒരു സ്റ്റേജ് കെട്ടി പന്തലിട്ടിട്ട് ഒരു സമ്മേളനം നടത്തുന്ന കാര്യത്തിൽ പിന്നീട് എന്താണ്ടായത്? മാധ്യമങ്ങൾ വളച്ചൊടിച്ച് ഒരു ഭാഗത്തുനിന്ന് മാത്രം എടുത്തുകൊണ്ട് കൊടുത്തതാണ് എന്നുള്ളത്. നാളെ തീർച്ചയായിട്ടും ഹാഷ്മി ഉറപ്പായിട്ട് വിജയരാഘവൻ പറയാൻ പോകുന്നത് ഇതാണ്. ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ നിന്നും ഒഴിയാൻ പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അണികൾക്ക് അദ്ദേഹം കൊടുക്കേണ്ട എല്ലാവിധ പ്രോത്സാഹനവും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്. നിങ്ങൾ നടു റോട്ടിലല്ല എവിടെ വേണമെങ്കിലും നിങ്ങൾ പന്തലിട്ടിട്ട് സ്റ്റേജ് കെട്ടിയിട്ട് ഇത്തരത്തിലുള്ള പരിപാടി നടത്തിക്കോ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. ശ്രീ ജിൻഡോ, താങ്കളോട് കുറച്ച് വിയോജിപ്പ് പറയുകയാണ്. താങ്കൾ ചോദിച്ചു ഞങ്ങൾ നടുറോട്ടിൽ സ്റ്റേജ് കെട്ടിയിട്ട് ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഈ സ്റ്റേജ് കെട്ടിയിട്ടുള്ള പരിപാടി തടയാൻ കോൺഗ്രസിനാകുമായിരുന്നു, UDFനാകുമായിരുന്നു. കാരണം കോടതിയെ ലക്ഷ്യം. എനിക്ക് ജസ്റ്റിസ് HL ദത്തുവിൻ്റെ ഒരു ഇൻട്രീം ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരുവിധ പൊതുപരിപാടികളും നടത്തരുതെന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 1 ഡസൻ ഹൈക്കോടതി ഉത്തരവുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഈ പ്രതിപക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു MLA അല്ലെങ്കിൽ ഒരു നേതാവ് DGPയുടെ ഓഫീസിൽ പോയിട്ട് രേഖാമൂലം ഒരു പരാതി കൊടുക്കാമായിരുന്നു. ഇവിടെ ഒരു കോടതിയെ ലക്ഷ്യം നടക്കുന്നു, ഇന്നലെ തൊട്ടിട്ട് സ്റ്റേജ് ഇടാൻ തുടങ്ങിയിട്ടുള്ളതാണ്, ഇത് തടയാൻ നടപടിയെടുക്കണമെന്ന് കോൺഗ്രസിൻ്റെ ഒരു നേതാവിനോ UDFൻ്റെ ഒരു നേതാവിനോ പറയാൻ തോന്നിയില്ല എന്നിടത്ത് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതൊരു സോഫ്റ്റ് കോർണറായിട്ട് നാളെ ഞങ്ങളും ഇത് ചെയ്താൽ നിങ്ങളും മിണ്ടണ്ട എന്നുള്ള നിലയ്ക്കുള്ള ഒരു സോഫ്റ്റ് കോർണർ UDFൻ്റെ ഭാഗത്തും കോൺഗ്രസ് MLAമാരുടെ ഭാഗത്തും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തും ഉണ്ടായി എന്ന് വേണം കരുതാൻ. കാരണം ഇപ്പോൾ എടുത്തിരിക്കുന്ന കോടതി ലക്ഷ്യത്തിലെ കൊച്ചിൻ കോർപ്പറേഷന് മുമ്പിലെ DCC സെക്രട്ടറി നടത്തിയ കേസും ഉൾപ്പെട്ടു എന്ന് വരുമ്പോൾ ഇതിലൊന്നും ആരും പിന്നിലല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ശ്രീ അസ്കർ, താങ്കളൊരു കാര്യം പറഞ്ഞു, എന്ത് സ്ഥലപരിമിതിയുള്ള സ്ഥലത്താണ് ഞങ്ങളിത് നടത്തുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ എന്താണ് സുഹൃത്തെ, ഇതവിടെ ഈ സമ്മേളനം അവിടെ നടന്നില്ലെങ്കിൽ പിറ്റേ ദിവസം കേരളം അറബിക്കടലിലേക്ക് പോവോ? ഒന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് 1 കിലോമീറ്റർ അപ്പുറത്തേക്കോ 1 കിലോമീറ്റർ ഇപ്പുറത്തേക്കോ പോയി കഴിഞ്ഞാൽ സ്ഥലമൊക്കെ കിട്ടും. ഇത് വാശി. ഞങ്ങളുടെ ഭരണം നടക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടി സമ്മേളനം ഞങ്ങൾ നടു റോട്ടിൽ നടത്തുമെന്ന് ജനങ്ങളെ നോക്കി ഉച്ചയിസ്തരം വിളിച്ചു പറഞ്ഞതിൻ്റെ ഒരു വാശിയാണ് ഇതിന് പിന്നിലുള്ളത്. അല്ലാതെ മറ്റൊരു വിധ വികാരവും ഇതിന് പിന്നിലില്ല. സ്ഥലം ഇല്ലാത്തതോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനോ കഴിയാത്തതല്ല ഇത് നികുതിദായകരായ ഞങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അതിനപ്പുറം യാതൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികൾ ആഷ്മി നടക്കും. പാതയോര പൊതുയോഗങ്ങൾ നിരോധിച്ച ഹൈക്കോടതിയെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മളൊരു യാത്ര പോവും. ഞാൻ ഗുരുവായൂർക്ക് എറണാകുളത്ത് നിന്ന് ആഴ്ചയിൽ ഒരു പ്രാവശ്യം പോകുന്ന ആളാണ്. എല്ലാ പാതയോരത്തും പൊതുയോഗങ്ങൾ നടത്തണോ? ജീവൻ, ജനങ്ങളുടെ ജീവൻ, ഒരു വാഹനത്തിൻ്റെ നിയന്ത്രണം വിറ്റ്
അതിലേക്ക് കയറി ചെന്നാൽ ഉണ്ടാകുന്ന ആപത്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി അത് പറഞ്ഞത്. CPM എന്ന് പറയുന്ന പാർട്ടിയോടോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോടോ ദേഷ്യം കൊണ്ടല്ല എന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധിയില്ലാത്ത നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും റോഡ് സൈഡിൽ പൊതുയോഗങ്ങൾ നിർബാധം തുടരുന്ന ഈ സാഹചര്യത്തിൽ ഇനിയും ഇത്തരത്തിൽ റോഡ് കുഴിച്ചും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മടച്ചുകെട്ടിയും ഇവർ നടത്തുന്ന ഇത്തരം കോപ്രായങ്ങൾ കാണാൻ വിധിക്കപ്പെട്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ശ്രീ BN അസ്കർ, അവിടെ സ്ഥലമില്ലെന്നൊന്നും പറയല്ലേ? പാളയത്ത് രക്തസാക്ഷി മണ്ഡപമുണ്ട്, അതിനിപ്പുറത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ആ സ്പേസ് പോരെങ്കിൽ തൊട്ടപ്പുറത്ത് ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയം ഉണ്ട്. അവിടെ ഇനി എന്ത് പരിപാടിയാണെങ്കിലും CPM ഒരു പരിപാടിക്ക് ചോദിച്ചാൽ കിട്ടില്ലെന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? അവിടെ സ്കൂളുകളില്ലേ, സ്കൂളുകളുടെ മൈതാനമില്ലേ? അവിടെ എത്ര സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു, അല്ലെങ്കിൽ അപ്പുറത്ത് VJT ഹാളില്ലേ, ഇപ്പോൾ അയ്യങ്കാളി ഹാള്, അങ്ങോട്ട് കൊണ്ടുപോകണം. സാറേ, എത്ര സ്ഥലം അവിടെയുണ്ട്? ആ ഏരിയയിൽ തന്നെ എത്ര സ്ഥലങ്ങളാണുള്ളത്? ശ്രീ BN അവിടെ സ്ഥലമില്ലെന്ന് പറയരുത്. ഇവിടെ ഈ വിജയരാഘവൻ ഇത് പറഞ്ഞ് ഈ പറയുന്ന മര്യാദയുടെ മൊത്തം പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്യം സോഷ്യലിസം എന്നാണ് പറയുന്നത്. വിജയരാഘവൻ വിഭാഗം ചെയ്ത സോഷ്യലിസം എന്താണെന്ന് എനിക്കറിയില്ല. ആദ്യമായി പറയുന്നതാണോ? അന്ന് ആ രമ്യ ഹരിദാസിനെതിരെ പറഞ്ഞ വർത്താനം ഇവിടെ ആവർത്തിക്കാൻ പറ്റുന്നതാണോ? ഓരോരോ കാലത്ത് ധ്രുവീകരണ രാഷ്ട്രീയത്തിൽ അദ്ദേഹം പറഞ്ഞ വർഗീയലാക്കോടെയുള്ള ഓരോ വിമർശനങ്ങൾ ഇവിടെ പറയാവുന്നതാണോ? ശ്രീ അസ്കർ, ഏറ്റവും ഒടുവിൽ PV അൻവറിന് മറുപടി പറയാൻ വേണ്ടി വിളിച്ച യോഗത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചുണ്ടിലെ ചായം നോക്കി വൃത്തിയോട് പറഞ്ഞ ആളാണ് ഈ പറയുന്ന വിജയരാഘവൻ. കാലഹരണപ്പെട്ട ഈ സ്ത്രീവിരുദ്ധ മനോഗതി മാറ്റ്. നമ്മുടെ സംഘടന ഒരു പുരോഗമന പ്രസ്ഥാനമാണ് സഖാവേ, അല്ലാതെ അധോഗമന പ്രസ്ഥാനമല്ല എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ പാർട്ടി ഇതിനോടകം തന്നെ വിജയരാഘവനോട്? ഈ സമയം ഇത്രയായല്ലോ, ഏതെങ്കിലും പാർട്ടി നേതാവ് തിരുത്തിയോ വിജയരാഘവനെ? ഹഷ്മി, ഇത് തന്നെയാണ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. CPM നേതാക്കന്മാർക്ക് ഒരു പിശക് പറ്റിയാൽ അത് തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നേതൃപരമായിട്ടുള്ള ബുദ്ധിയും ജാഗ്രതയും പാർട്ടി നേതൃത്വത്തിന് ഇല്ലാതെ പോകുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളീയ സമൂഹത്തെ അരാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും കുടിലമായിട്ടുള്ളൊരു ശ്രമമാണെന്ന് കൂടി എനിക്ക് പറയേണ്ടി വരും. കാരണം ചില സ്യൂഡോ പുരോഗമനവാദികളെന്ന് സ്വയം അഭിമാനിക്കുന്ന വിമർശകർ നിറഞ്ഞു നിന്നുകൊണ്ട് അവർ പറയുന്നത് കേരളീയ സമൂഹത്തെ ആകമാനം പുരോഗമനവൽക്കരിക്കുന്നതിനു വേണ്ടി അവനവനിലേക്ക് ചുരുങ്ങിപ്പോകണമെന്ന് കരുതുന്നിടത്താണ് ആ അരാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഏറ്റവും ആപൽക്കരമായിട്ടുള്ള മുഖം വന്നുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് പൊതുസമ്മേളനങ്ങളെന്ന് പറയുന്നത് പൊതു ഇടങ്ങളിൽ നടത്തപ്പെടേണ്ടതും അങ്ങനെ പ്രതിഷേധങ്ങളെന്ന് പറയുന്നത് പൊതുനിരത്തിൽ നടത്തപ്പെടേണ്ടതുമാണെന്ന ബോധം, അവിടെയാണ് രാഷ്ട്രീയം സംവദിക്കപ്പെടേണ്ടത് എന്ന ബോധം പോലും ഇല്ലാതെ നമ്മുടെ വിരൽത്തുമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുമായി നാം മുറികൾക്കുള്ളിൽ അടച്ചിട്ട് അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി കരുതിയിരിക്കൂ എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ ആഹ്വാനമാണ് തിരിച്ചറിയാൻ. ഇവിടെ പ്രതിഷേധം വേണ്ട എന്ന് പറയുന്നില്ല, ഇവിടെ സമ്മേളനം വേണ്ട എന്ന് പറയുന്നില്ല. മാത്രമല്ല, സമ്മേളനം വേണം, പ്രതിഷേധം വേണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മളിപ്പോൾ ഡൽഹിയിലടക്കം കാണുന്നതാണല്ലോ. ശ്രീ അസ്കർ, ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം ഏറ്റവും തിരക്കുള്ള ഒരു റോഡ്, അത് നേർപകുതിക്ക് കെട്ടിയടച്ച് അവിടെ നാടകവും കളിച്ച് ജനങ്ങളുടെ മണ്ടയ്ക്ക് കയറിയിട്ട് വേണോ ഈ സമ്മേളനം എന്നതാണ് ചോദ്യം. അതിന് അരാഷ്ട്രീയവൽക്കരണം എന്ന് വിളിക്കുന്നത് അത് ബുദ്ധിപൂർവ്വം വഴിതിരിച്ചുവിടെ നോക്കുന്നതാണ്. നടക്കില്ലത്. അങ്ങനല്ല ലക്ഷ്മി, ഇതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. എന്തുകൊണ്ടെന്നാൽ CPM സമ്മേളനത്തിലോ അല്ലെങ്കിൽ നമുക്കറിയാലോ നമ്മുടെ കേരളത്തിലെ കേരളത്തിൽ നാടക സംസ്കാരങ്ങൾ എന്തുകൊണ്ട് ഇല്ലാതായി പോകുന്നു? പൊതു ഇടങ്ങളിൽ നാടകങ്ങൾക്ക് സംവദിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമയവും സാഹചര്യവും സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ നാടകങ്ങൾ ഓഡിറ്റോറിയങ്ങൾക്കുള്ളിലേക്ക് ചുരുങ്ങിപ്പോകുന്നത് കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ ബോധത്തിന് സംഭവിച്ചിട്ടുള്ള മാറ്റമുണ്ട്. കേരളത്തിൽ KPIC അടക്കം കേരളത്തിലെ കാലഘട്ടമുണ്ടായിരുന്നു. എന്റെ തിരുവനന്തപുരത്ത് നാടകം കളിക്കാൻ മഞ്ജൂരേ ഉള്ളോ? പൊതുസമ്മേളനങ്ങൾ നടത്തപ്പെടുന്നത് അങ്ങനല്ല. തെറ്റുപറ്റിപ്പോയി എന്നുള്ളത് ഞാൻ ആദ്യം പറയുന്നു. അത് പിശകായിരുന്നു, മറ്റൊരു സ്ഥലം നോക്കാമായിരുന്നു. അങ്ങ് കരുതുന്നത് പോലെ അതൊരു ഓഡിറ്റോറിയത്തിനുള്ളിൽ നടത്തേണ്ടത് ആയിരുന്നില്ല. പൊതുസമ്മേളനം എപ്പോഴും നടത്തപ്പെടേണ്ടത് പൊതു ഇടങ്ങളിൽ തന്നെയാണ്. ഒരുപക്ഷെ പൊതു ഇടങ്ങൾ ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഈ സ്യൂഡോ പുരോഗമനവാദികൾ ആകമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നിങ്ങളുടെ പ്രതിഷേധങ്ങളും നിങ്ങളുടെ വർത്തമാനങ്ങളും മുറിക്കുള്ളിൽ മാത്രം അടച്ചിടുകയും പറ്റുമെങ്കിൽ നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതൊക്കെ വെച്ചു വിളമ്പി ആളുകൾക്ക് മുന്നിലെത്തിക്കുകയും അതിൽ നിന്ന് നിങ്ങൾ രാഷ്ട്രീയ ഊർജം ഉൾക്കൊണ്ട് ജീവിതം ചുരുങ്ങിക്കഴിയുക എന്ന് പറയുന്ന ആഹ്വാനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് പുതിയ രാഷ്ട്രീയ സിദ്ധാന്തമായി അവതരിപ്പിക്കുന്നത്. അത് കാലഘട്ടത്തെ പിടിച്ചു കിട്ടുകയും നമ്മെ തിരിച്ചു വീണ്ടും നടത്താൻ ഉതകുന്നതുമാണ് എന്ന് ചരിത്രബോധമുള്ളവർക്ക് ആകപ്പാനം പറയാൻ കഴിയും. അവിടെയാണ് പ്രശ്നം ഹാഷ്മി. ഇവിടുത്തെ പ്രശ്നം എന്താ? സമ്മേളനം നടത്തുന്നതിന് വേണ്ടി, ഒരു പൊതുസമ്മേളനം നടത്തുന്നതിന് വേണ്ടി ഒരു റോഡ് അരികിൽ അങ്ങനെ ഒരു വേദി കെട്ടി. പിശകായിരുന്നു.
ആ പിശക് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ജോയി വളരെ കൃത്യമായിട്ട് അക്കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു, തെറ്റുപറ്റിപ്പോയി, അത് ചെയ്യാൻ ആയിരുന്നു. പക്ഷെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അവിടെ അല്ലാതെ മറ്റൊരിടത്ത് കെട്ടാൻ കഴിയുമായിരുന്നില്ല. ഒരു സാഹചര്യത്തിന് സമ്മർദ്ദമില്ല. ഒരു രാവിലെ ഇനി ആരും അറിഞ്ഞില്ലെങ്കിൽ രാവിലെ മാധ്യമങ്ങൾ ഇടപെടുകയും വാർത്ത കൊടുക്കുകയും ഇത് ബുദ്ധിമുട്ടാണെന്ന് പറയുകയും അവിടെ വാഹനങ്ങളുടെ നീണ്ട നിര കാണിക്കുകയും ചെയ്യുമ്പോൾ CPM സംസ്ഥാന നേതൃത്വം ഇടപെടണം. അവിടെ ഇടപെടാം. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പണി നിർത്തി സഖാക്കളെ മറ്റൊരു സ്ഥലത്തോട്ട് ഈ പന്തെടുത്തോണ്ട് പോ എന്ന് സുഖമായി പറയാം. ആ പന്തെടുത്തോണ്ട് പോകാൻ പറ്റിയ എണ്ണം പറഞ്ഞ സ്ഥലം ഞാൻ പറഞ്ഞു തരാന്നേ. അവിടുത്തെ CPM അറിയില്ല, ഞാൻ പറഞ്ഞു കൊടുക്കാം എണ്ണം പറഞ്ഞ സ്ഥലങ്ങൾ. അല്ല ഹാഷ്മി, നമുക്ക് വഞ്ചൂർ ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കപ്പെടുന്ന സമ്മേളനം ആ സമ്മേളനത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് നടത്തപ്പെടണം. പോട്ടെ, ഇനി പെശക് പറ്റിപ്പോയിന്നേ, അത് തെറ്റ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. ആവർത്തിക്കുന്നതിന് ഒരു തരത്തിലും അംഗീകരിക്കണ്ട. പക്ഷേ CPM-ന്റെ ബാധ്യത ജനങ്ങളുടെ മണ്ടയ്ക്ക് വെക്കണം. അങ്ങനെയാണോ? വഞ്ചൂർ ഏരിയ സമ്മേളനത്തിന്റെ അധികാര പരിധിയിൽ വഞ്ചൂർ തന്നെ നടത്തണം, അതുകൊണ്ട് ജനം കഷ്ടപ്പെട്ടോട്ടെ എന്നാണോ? അതുമൂലമുണ്ട് അങ്ങനെയല്ല. ആ സമ്മേളനത്തിൽ വന്നിട്ടുള്ള ദുരിതം, ജനങ്ങൾക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകൾ പാർട്ടി കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടി വരുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറി ഖേദം പ്രകടിപ്പിച്ചു. പാർട്ടി ജില്ലാ സെക്രട്ടറി ഖേദം പ്രകടിപ്പിച്ചപ്പോഴാണ്, അത് കോടതി ഇടപെട്ടപ്പോഴാണല്ലേ. അന്ന് ആ യോഗത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ താങ്കൾ ഈ പറഞ്ഞ വാചകമാണ്. എന്താണ് മാധ്യമങ്ങളുടെ ഇവിടെ ഗോവിന്ദന്റെ വായിൽ എന്തെങ്കിലും വീഴുന്നോ എന്ന് കേൾക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്ന കുറേ എണ്ണമുണ്ട് മാധ്യമങ്ങൾ. എന്തുകൊണ്ട് മാധ്യമങ്ങൾ എന്തോ ചെയ്തു, എന്തോ പാതകം ചെയ്തു എന്ന മട്ടിലാണ് ആ വേദിയിൽ പ്രസംഗിച്ചത് MP ഗോവിന്ദൻ. കോടതി കണ്ടപ്പോൾ ജോയി തിരുത്തി. കോടതി കണ്ടിട്ടും തിരുത്താതെ വിജയരാഘവൻ ഇന്ന് വൃത്തിയോട് പറയുകയും ചെയ്തു ഇന്നലെ. അങ്ങനെയല്ല, കോടതി ഇടപെടുന്നതോടൊപ്പം മാത്രമല്ല, കോടതിയും സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായി കോടതി ഇടപെടുന്നത് കൊണ്ട് മാത്രമായിരുന്നില്ല, അദ്ദേഹം സത്യസന്ധമായി തന്നെയാണ് ജോയി പറഞ്ഞതെന്ന് തന്നെയാണ് ഞാനിപ്പോഴും കരുതുന്നത്. അതുകൊണ്ട് അതൊരു പക്ഷേ കോടതി ഇടപെട്ട്, കാര്യം EMS മുതൽ MV ജയരാജൻ വരെ കോടതി ഇടപെടലുകളെ സംബന്ധിച്ച് കൃത്യമായ അഭിപ്രായം അവസാന ഘട്ടത്തിൽ വരെ പറഞ്ഞിട്ടുള്ള ആളുകളാണ്. അപ്പോൾ കോടതി ഇടപെടലുകളല്ലല്ലോ ഇക്കാര്യത്തിലുള്ള പ്രശ്നം. കോടതിയെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുള്ള പാർട്ടിയുടെ നേതാക്കന്മാരുള്ള പ്രസ്ഥാനം തന്നെയാണ് CPM. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? നിങ്ങൾക്ക് വിഷയദാരിദ്ര്യം മൂലം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയം എപ്പോഴും CPM വിരുദ്ധത എങ്ങനെ പ്രചരിപ്പിക്കാം, അതൊരു നല്ല മാർക്കറ്റുള്ള ഒരു ചരക്കാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ CPM വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യം ചെയ്യലല്ലേ, അത് CPM വിരുദ്ധത ആവുന്നത് എങ്ങനെയാ? ഇത് ജനവിരുദ്ധതയാണ്. CPM അവിടെ ചെയ്ത് ഒന്നാം തരം ജനവിരുദ്ധതയാണ്, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കലാണ്. വിജയരാഘവൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനവിരുദ്ധതയാണ്. അത് ചൂണ്ടിക്കാണിക്കുന്നത് CPM വിരുദ്ധതയല്ല, ജനവിരുദ്ധത ചോദ്യം ചെയ്യും. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ജിൻഡോ, ജനവിരുദ്ധതയാണോ, അരാഷ്ട്രീയമാണോ, മാധ്യമങ്ങളുടെ ദുഷ്ടലാക്കാണോ, വലതുപക്ഷ പ്രചാരവേലയാണോ? കാശ്മി, നമ്മൾ CPM വിരുദ്ധരോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് വിരുദ്ധരോ അല്ലെങ്കിൽ പിണറായി വിരുദ്ധരോ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ നമ്മൾ ഒരിക്കലും ജനവിരുദ്ധരാകരുത് എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എത്രത്തോളം ശത്രുതയുണ്ടായാലും നമ്മൾ അതിനെക്കുറിച്ചിട്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായി ആ വിഷയത്തെയാണ് മാധ്യമങ്ങളും പൊതുസമൂഹവും ജനപക്ഷവും പ്രതിപക്ഷവും ഒക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു ബോധ്യം. ഇനി ഈ വാഹനം ഓടിച്ച ആളുകളൊക്കെ റോഡ് ടാക്സ് കൊടുത്തിട്ടാണല്ലോ വാഹനം നിരത്തിൽ ഇറക്കുന്നത്. ഈ സമ്മേളനത്തിന് ടാക്സ് കൊടുത്തിട്ടുണ്ടോ CPM-കാർ? ഈ സമ്മേളന ടാക്സ് എന്ന് പറഞ്ഞൊരു പ്രത്യേക പരിപാടിയൊന്നും ഈ രാജ്യത്തുള്ളതായിട്ട് എനിക്കറിയില്ല. പൊതുവഴി കയ്യേറിക്കൊണ്ട് സമ്മേളനം നടത്തുന്നു. ആ സമ്മേളനത്തിന് വേദി കെട്ടാനുള്ള പെർമിഷൻ എടുത്തിട്ടുണ്ടോ? മൈക്ക് ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉപയോഗിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നാടകം നടത്താനുള്ള പെർമിഷൻ എടുത്തിട്ടുണ്ടോ? ഇതൊന്നുമില്ല. യാതൊരു അനുമതിയുമില്ലാതെ പൊതുവഴി കയ്യേറി ഇതൊക്കെ നടത്തിയതിന് ശേഷം അതിൽ ദുരിതപ്പെട്ട മനുഷ്യരെ വീണ്ടും വള്ളു പറയുന്ന പരിപാടിയാണ് പോളിറ്റ് ബ്യൂറോ മെമ്പർ നടത്തുന്നത്. എന്നിട്ട് സല്ലാപം നടത്തുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥിരം കുറെ ഭാഷകൾ പ്രയോഗങ്ങളുണ്ടല്ലോ, ചുണ്ടിലെ ചായം, സല്ലാപം, അങ്ങനെയൊക്കെ, അമ്മായി അമ്മയെ കാണാൻ പോയതാണോ എന്നൊക്കെ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ദാരിദ്ര്യത്തിൽ നിന്ന് വരുന്ന വാക്കുകളായിരിക്കാം. അതിൽ അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ടത്. അതിനപ്പുറത്ത് SFI-കാരൻ പറയട്ടെ, ഒരു SFI-യുടെ ഈ കാലത്ത് SFI-കാർ പോലും പറയില്ല, മാറിയ കാലത്തിൽ മാറിയ സെൻസിറ്റിവിറ്റിയിൽ അല്ലെങ്കിൽ മാറിയ സെൻസിബിലിറ്റിയിൽ മാറിയ മൂല്യബോധങ്ങളൊക്കെ നന്നായി ഉൾക്കൊള്ളുന്നവരാണ് SFI-കാരും DYFI-കാരൊക്കെ. PV സഖാവിന് അറിയില്ല. PV സഖാവ് ഏതോ കാലത്ത് കിടക്കുക ഇപ്പോഴും.
ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ആളുകളാണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ തൊട്ട് താഴത്തെ ബ്രാഞ്ച് ബ്യൂറോ വരെയുള്ള ആളുകൾ. അവരാണ് ഈ വക വാക്കുകളൊക്കെ പറയുന്നത്, അവരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നിട്ട് അത് വലിയ അഭിമാനമായിട്ട് മേനി നടിക്കുന്നതും ചെയ്യുന്നത്. ഞാൻ അവിടേക്കല്ല വരുന്നത്. എന്തുകൊണ്ടാണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ നടത്തിയ ഒരു പ്രസ്താവനയെ കുറിച്ചിട്ട് ചർച്ച നടത്താൻ CPM-ന്റെ പ്രതിനിധികൾ വരാത്തതെന്നാണ് എനിക്ക് കൗതുകം. അവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഉത്തരവാദിത്ത ബോധത്തോടെ പറഞ്ഞതായിരിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൽ വീണ്ടും ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ അതിൽ ചർച്ച നടത്താൻ പോലും ആളുകളെ വിടാൻ പറ്റുന്നില്ല. ഇവരുടെ തെറ്റിതിരുത്തൽ രേഖയുടെ ഭാഗമാണിത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ അമ്പതിന് ശേഷം തെറ്റിതിരുത്തൽ രേഖയുടെ ഭാഗമായി നമ്മൾ കണ്ടില്ലേ, കാപ്പ കേസിലെ പ്രതികളെ മന്ത്രി അടക്കം മുദ്രാവാക്യം വിളിച്ച് മാലയിട്ട് സ്വീകരിക്കുന്നു. TP കേസിലെ പ്രതികളെ പുറത്തേക്ക് വിടാനുള്ള തിരക്കഥയൊരുക്കുന്നു. വഞ്ചിയൂർ നഗരമധ്യത്തിൽ റോഡ് കയ്യേറി സമ്മേളനം നടത്തുന്നു. ഇതൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ കേരളത്തിലെ പോലീസിന് കണ്ണ് ചികിത്സ കൊടുക്കണം. കാരണം ഗൺമാൻ തല്ലുന്നത് കാണുന്നില്ല, അല്ലെങ്കിൽ PP ദിവ്യ ഒളിവിലിരിക്കുന്നത് അറിയുന്നില്ല, അത് കാണുന്നില്ല, അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രനും MLA ആയിട്ടുള്ള ഭർത്താവും വണ്ടി തടയുന്നത് കാണുന്നില്ല. ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ മുഴുവൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞ് DYFIക്കാർ കൊല്ലാൻ നോക്കുന്നത് അറിയുന്നില്ല, കാണുന്നില്ല. ഇത്തരത്തിലുള്ള പരിപാടികൾ മുഴുവൻ നടക്കുന്നു. അതൊന്നും കാണാത്ത പോലീസിന് കണ്ണ് ചികിത്സ കൊടുക്കണം. അത് മാത്രമല്ല, ഒരൊറ്റ വാചകം പൂർത്തിയാക്കിയോട്ടെ ഹാഷ്മി, ഒരൊറ്റ വാചകം. MK ഹരിദാസ് അദ്ദേഹം ഞങ്ങളെ വിമർശിക്കുമ്പോൾ അതിനെയും ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പക്ഷെ അദ്ദേഹത്തോട് ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്, ഹൈക്കോടതിയുടെ വിധി വന്നതിന് ശേഷം കേരളത്തിൽ എവിടെയെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാത കയ്യേറി, പൊതുവഴി കയ്യേറി, പൊതുസ്ഥലം കയ്യേറി സമ്മേളനം നടത്തിയിട്ട് കാണിക്കാൻ പറ്റില്ല. സമരവും സമ്മേളനവും തമ്മിൽ വ്യത്യാസമുണ്ട്. CPM ഈ ചർച്ചയിലേക്ക് അതുകളെ ഇന്ന് വിടുന്നില്ല. പക്ഷേ ആ ദിവസങ്ങളിൽ CPM അതുകളെ വിട്ടതാണ്. ആ ദിവസങ്ങളിൽ ഇന്ന് വിടാത്തതിന് കാരണം അത് വിജയരാഘവന്റെ മാത്രം നിലപാടാണ്, CPM-ന്റെ നിലപാടല്ലെങ്കിൽ അത് CPM പറയണം. ശ്രീ MR അഭിലാഷ്, അന്ന് ഈ വാർത്താ ദൃശ്യങ്ങൾ പരിശോധിച്ച കോടതി പറഞ്ഞത് ഒന്നല്ല നിരവധി കുറ്റകൃത്യങ്ങളുണ്ട് എന്നുള്ളതാണ് കോടതി. ആ കോടതികൾക്ക് മുന്നിലേക്ക് വിജയരാഘവൻ ഈ പറഞ്ഞ നിയമവിരുദ്ധ വർത്താനം കൂടി എത്തിക്കണ്ടേ ശ്രീ MR അഭിലാഷ്? അതൊരു കുറ്റമായിട്ട് നമുക്ക് കണ്ട് നടപടിയെടുക്കാൻ കഴിയുന്ന വ്യാപ്തിയുള്ളതല്ല ശ്രീ ഹാഷ്മി. നമുക്ക് ഈ വിവരക്കേട് പലപ്പോഴും നിയമത്തിൽ കുറ്റമായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു നിയമപരമായിട്ടുള്ള ബോധ്യമില്ലായ്മയോ അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് നമ്മുടെ നിയമവ്യവസ്ഥയെ കാണുന്നതെന്നോ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഡ്ഢി വർത്തമാനമായിട്ട് അതിനെ കണ്ട് തിരസ്കരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ജനാധിപത്യത്തിൽ ചർച്ച ചെയ്യപ്പെടും. എത്രത്തോളം സൈദ്ധാന്തികമായിട്ടുള്ള കുയുക്തികൾ നിരത്തി മതിൽ കെട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഇത്തരത്തിലുള്ള നിയമവിരുദ്ധത അത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയത്തില്ല. രണ്ട് തരത്തിലാണ് നാം കാണുന്നത്. വളരെ സൈദ്ധാന്തികമായിട്ട് സന്ദേശത്തിൽ ശങ്കരാടി പറയുന്ന തരത്തിൽ നമുക്കിതിനെ അങ്ങ് വലിയൊരു കാര്യമായിട്ട് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൊണ്ടാണ് ഇതിനെ വിമർശിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയും. പക്ഷേ ഇത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൊണ്ടൊന്നും അല്ല. ഒരു ജനാധിപത്യ സമൂഹത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടി, അത് കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, ഇത്തരത്തിൽ നിലനിൽക്കുന്ന നിയമവും കോടതിയുടെ ഉത്തരവും ലംഘിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ വിമർശനശരം കൂടും. നേരത്തെ UDF മന്ത്രിസഭ ഭരിച്ചിരുന്നപ്പോഴും ഇങ്ങനെയുള്ള വിമർശനങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അത് അധികാരത്തിലിരിക്കുന്നവർ ജനങ്ങളോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് അങ്ങനെ ഉള്ള വിമർശനങ്ങൾ ഉയരുന്നത്. ഇവിടെ പോലീസ് സംവിധാനത്തിനെ ബന്ദിയാക്കിയില്ലേ? ഹൈക്കോടതിയുടെ 2010 ഉത്തരവിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണോ ഇത്തരത്തിൽ വളരെ ശക്തമായിട്ട് നിയമവിരുദ്ധത നടന്നിട്ടും അവർക്ക് പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അത് തടയാനോ കഴിയാതെ പോയത്? ഇപ്പോൾ ഒരു പാർട്ടി വാഹനം, ഏത് പാർട്ടിയുടെ ആയിക്കൊള്ളട്ടെ, റെഡ് ലൈറ്റ് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെനാൽറ്റി അടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം? ഇപ്പോൾ ഇല്ലാത്തവൻ്റെ പാർട്ടിയുടെ വാഹനമായിട്ടാണ് റെഡ് ലൈറ്റ് ജമ്പ് ചെയ്തപ്പോൾ ഇതുപോലെ ഫൈൻ അടിച്ചതെന്ന് പറയില്ലേ? ചെല്ലാൻ കട്ട് ചെയ്തതെന്ന് പറയില്ലേ? ആ യുക്തി തന്നെയാണ് ഇവിടെയും കാണുന്നത്. ജനങ്ങൾ നടന്നു പോകണോ, പറന്നു പോകണോ, ഇരുന്ന് പോകണോ എന്നുള്ളത് അവർ തീരുമാനിക്കും. അത് ആരുടെയും അനുകമ്പയിലോ ആരുടെയും കരുണയിലോ നടത്തി കിട്ടേണ്ടുന്നൊരു കാര്യമല്ല. അത് അവകാശമാണ്. ആ അവകാശത്തിനെതിരെ കടന്നുകയറ്റം നടത്തിക്കൊണ്ട് ഇങ്ങനെ സമ്മേളനം നടുനിരത്തിൽ കെട്ടിപ്പൊക്കാൻ കഴിയില്ല എന്നുള്ള ഉത്തരവ് പാലിക്കാൻ കഴിഞ്ഞില്ല എന്നങ്ങ് തുറന്ന് സമ്മതിച്ചാൽ പോരെ. സമ്മതിക്കുമ്പോഴും അതിനെ സംബന്ധിച്ച് ന്യായീകരണം എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് വികലമായിട്ടുള്ള ന്യായീകരണങ്ങൾ നടത്തുന്നത് കഷ്ടമാണ്. എന്തായാലും ഈ പറയുന്ന അമ്മായിമ്മയെ കാണാൻ പോകണോ, അമ്മായിപ്പനെ കാണാൻ പോകണോ എന്നൊക്കെ പോകുന്നവർ തീരുമാനിക്കും. കാറിനുള്ളിൽ സല്ലപിക്കണോ കരഞ്ഞുകൊണ്ടിരിക്കണോ എന്ന് അവർ തീരുമാനിക്കും. ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്, ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അപ്പുറം ഇത്തരത്തിൽ പറയുന്ന സ്ത്രീവിരുദ്ധകൾ, വാവിട്ട വാക്കുകൾ, ഈ അമ്മായിയമ്മ പോലെയുള്ള ഡയലോഗുകൾ ഒരുപക്ഷെ അവിടെ മുന്നിലിരിക്കുന്ന കുറച്ച് പേർ കൈയടിച്ചെങ്കിലും പുതിയൊരു തലമുറ വളർന്നു വരുന്നുണ്ട്. അവർക്കുണ്ടാക്കുന്നത് ആവേശമല്ല, ക്ഷമിക്കണം ആ വാക്ക് പറയുന്നത്, അവർക്കുണ്ടാകുന്നത് ഓക്കാനമാണ്. അത് പുതിയ നേതാക്കൾ അല്ലെങ്കിൽ പഴയ നേതാക്കൾ ഓർക്കുന്നത് നല്ലതാണ്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു.